വയസ്സുള്ള കുട്ടികളെ നിയന്ത്രിക്കാൻ ആദ്യം കഴിയണം, പറഞ്ഞോ, പാരന്റ്സിന് കഴിയണം. അതിന് താങ്ങായി തണലായി നിൽക്കുന്ന അധ്യാപകരെ വിശ്വസിക്കാൻ പാരന്റ്സ് തയ്യാറാണ്. നിങ്ങളെ വിശ്വാസം നിങ്ങളെന്താ പറയുക? എല്ലാവരും കള്ളന്മാര്, മാഷന്മാര് കള്ളന്മാര്, പോലീസുകാർ കള്ളന്മാർ തന്നെയാണല്ലോ. ഇവിടുത്തെ രാഷ്ട്രീയം എന്ത്, അങ്ങനെ സകലത്തിനോട് പുച്ഛമുള്ളൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ശരിയാണോ തെറ്റാണോ? എന്റെ മക്കളെ എന്റെ ടീച്ചർ തല്ലുന്നത് കാണുമ്പോൾ എനിക്ക് സന്തോഷമായി ഉണ്ടാവേണ്ടത്. തല്ലുന്നത്, തല്ലുക എന്ന് പറയുന്നത് ഒരു നല്ല ശീലമൊന്നുമല്ല. പക്ഷേ ചേർത്ത് പിടിക്കേണ്ടടുത്ത് ചേർത്ത് പിടിച്ചിട്ടും മക്കൾ നിന്നിട്ടില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഏതെങ്കിലും കുട്ടീനെ ആർക്കെങ്കിലും തല്ലാൻ ഇഷ്ടമുണ്ടാവുമോ? പോട്ടെ, നിങ്ങളെങ്ങനെ മക്കളോടെല്ലാം വെറും ഉപദേശമാണോ? നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ഇവരെ വടിയും ബഹളമൊന്നുമില്ല? അങ്ങനെയാണെങ്കിൽ ടീച്ചറും അങ്ങനെ തന്നെയാവും. അമ്മയും അച്ഛനും മക്കളെ ഉപദേശിച്ചും താളത്തിൽ നിർത്തിച്ചിട്ടും നിങ്ങളെ കൂടെ നിർത്തിക്കുന്നുണ്ടെങ്കിൽ ടീച്ചർക്കും കഴിയും. നിങ്ങളെങ്ങനെയാണ്? നിങ്ങളെ വീട്ടിൽ നിങ്ങളുടെ പുല്ലുപോയിട്ട് അടിയും കിട്ടിയിട്ട് ക്ലാസ്സിൽ വരുന്ന ചെക്കന് മാസം കാണുമ്പോ അടിക്കാത്ത മാസം കാണുമ്പോ എങ്ങനെ ഉണ്ടാവാ? അങ്ങനെയല്ലേ ഉണ്ടാവാ? ശരിയാണോ തെറ്റാണോ? റോൾ മോഡൽസ് ആവേണ്ടത് ആരാണ്? പാരന്റ്സ് ആണ്. ഓക്കെ, അതുകൊണ്ട് മക്കൾ എന്ത് ചെയ്യണം അറിയോ? ചേർത്ത് പിടിക്കണം. നിങ്ങളെ ഭർത്താവിനില്ലേ, നിങ്ങൾ ചേർത്ത് പിടിക്കണം. അങ്ങനെ ചേർത്ത് പിടിച്ച് ഏത് ഭർത്താവാ? കള്ളു കുടിച്ച് റോഡുമ്പോ കിടക്കുക. കള്ളു പിടിച്ച് റോഡുമ്പോ കിടക്കുന്ന ഭർത്താവിന്റെ മാനസികാവസ്ഥ ആലോചിച്ചിട്ട് നല്ലൊരു വീട് പിടിച്ചിട്ട് ആ പണ്ടാരക്കാരാണ് കിടക്കേണ്ട ആവശ്യമുണ്ടോ? വീട്ടിലൊരു സ്വസ്ഥത ഉണ്ടാവില്ല. സ്വസ്ഥതയുള്ള ഒരു മനുഷ്യൻ റോഡുമ്പോ കിടക്കേണ്ട ആവശ്യമുണ്ടോ? ആ ഒരു തലത്തിലേക്ക് നമ്മൾ ചർച്ച കൊണ്ടുപോകണം. പിന്നെ വീട് കിടന്ന് പിന്നെ വീട്ടിലേക്ക് വരുന്നത് വീട്ടുകാർക്ക് ഇഷ്ടമുണ്ടാവില്ല. തുടക്കത്തിലേ ഒരു പ്രശ്നം ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ 18 വയസ്സുള്ള കുട്ടികൾ എന്ത് ചെയ്യണം? പറഞ്ഞോ, നിയന്ത്രിക്കണം, ശാസിക്കണം, തിരുത്തണം. അതിനാരാ തയ്യാറാവേണ്ടത്? 18 വയസ്സുള്ള കുട്ടികൾ ഒരു തരത്തിൽ നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങളെ മക്കൾ നിങ്ങളെ ശത്രുവാണ്. എനക്കറിയാം എന്റെ അച്ഛന്റെ ശത്രു ഞാനല്ല. എനക്ക് എന്റെ അച്ഛനെ കണ്ണെടുത്താൽ എന്ത് പറയുമ്പോൾ ചൊറിയുന്ന അച്ഛൻ. മഴയത്തെ ഓടും അപ്പം മഴയത്ത് നല്ല പിടിച്ചിട്ട് കിട്ടും. പരീക്ഷ തോറ്റാൽ എന്ന് പറയാം ബഹളപ്പാട്. പൈസ ചോദിച്ചാൽ പൈസയും തരില്ല. സന്ധ്യക്ക് വീട്ടിൽ വരണം പോലും. ഇങ്ങനെ ഒരു ചൊറിഞ്ഞ അച്ഛൻ. അവസാനം 10ാം ക്ലാസ്സിലൊന്നും ഞാനും അച്ഛനും അടിയായി. എനക്കാണെ പരീക്ഷയിൽ മാർക്കില്ല. പരീക്ഷയിൽ മാർക്കില്ലാത്തതിന് അതിനും പിന്നെ അച്ഛന്റെ ഉപദേശം. അത് കേട്ട് മടുത്ത്. എന്നാൽ എനിക്ക് പഠിക്കണം എന്നാണ് നല്ലോണം മുട്ടുന്നുണ്ട്. പക്ഷെ പഠിക്കും എനിക്കോട്ട് ആവുന്നില്ല. അതുകൊണ്ട് എന്റെ അച്ഛൻ പറഞ്ഞതെന്നറിയോ, എനിക്ക് പോയി മരിച്ചൂടെ, നീ ഇങ്ങനെ 5 വയസ്സ് മുതൽ എന്റെ അച്ഛൻ എന്നോട് പറയും എനിക്ക് മരിച്ചോറോ, നീ എന്തിനാ ഈ കുടുംബത്തിന് ഭാരമായി ഇങ്ങനെ നിൽക്കുന്നത്? ഒരു ചെറിയ കുട്ടീന്റെ മനസ്സിനെത്രത്തോളം വിഷമമുണ്ടാകുന്നു. അങ്ങനെ 9ാം 10ാം ക്ലാസ്സിൽ വീണ്ടും ഞാൻ തോറ്റു. എനക്ക് മരിക്കും ഞാൻ മുട്ടി. ഞാൻ കയറിലെടുത്ത് തൂങ്ങി മരിക്കാൻ ഇങ്ങനെ കയറെടുത്ത് ഇങ്ങനെ തൂങ്ങാൻ വേണ്ടി ശ്രമിച്ചപ്പോ എന്റെ മനസ്സെന്നോട് പറഞ്ഞത്, എല്ലാ പൊട്ട ഇങ്ങനെ മരിക്കുന്നു. എന്റെ ചിന്ത മരിച്ചാൽ എന്റെ അച്ഛന് സുഖമായി പോവില്ലേ എന്റെ മനസ്സെന്നോട് പറയാം. കാരണം അച്ഛൻ മരിച്ചോ ആണല്ലോ പറയുന്നത്. അപ്പൊ ഞാൻ മരിച്ചാൽ എന്റെ അച്ഛന് സുഖം. അന്നേരം തന്നെ ഞാൻ കയറ് വലിച്ചു തീർത്തിട്ടില്ലേ, ഞാൻ മനസ്സുകൊണ്ടാണെന്ന് ആലോചിച്ചെന്നറിയോ, ഞാൻ മരിച്ചിട്ട് അങ്ങനെ അച്ഛൻ സുഖിക്കണ്ട. അച്ഛന്റെ മുന്നിൽ അന്തപ്പെട്ട ബുദ്ധിയാണല്ലോ. ഞാനിങ്ങനെ എന്നെ കാണുമ്പോഴേ ചങ്ങായിക്ക് ചൊറിയണം ചങ്ങായിക്ക്. അതുകൊണ്ടാണ് ഞാൻ മരിക്കാതെ. പക്ഷെ ആ അച്ഛനാണ് ശരി എന്ന് എനിക്ക് തോന്നിയത് ഈ മയക്കയ്ക്ക് പുറമെ ഞാൻ നിൽക്കുമ്പോ എന്റെ അച്ഛനാണ് ശരിയെന്ന് എനിക്ക് തോന്നിയത് എപ്പാന്നറിയണം, ഞാനൊരു അച്ഛനായിരുന്നു. ഇപ്പൊ എനിക്ക് എന്റെ മഴയത്ത് പോകുമ്പോ നിനക്കില്ലേ സകലതും ഇത് കൂട്ടുന്നുണ്ട്. ഞാൻ ഓന്റെ പനിയായിക്കിന്റെ പൈസ എന്റെ അല്ലേ കൊണ്ടുവന്നില്ല. ഞാൻ ഇപ്പോഴാണ് വിചാരിക്കുന്നത് എന്റെ അച്ഛൻ ഞാൻ മഴയത്തോട് മന്തിനാ പിടിച്ചു വെച്ചത്, പുഴയിലേക്ക് തുള്ളും മന്തിനാ പിടിച്ചു വെച്ചത്, ടൂറിന് പോകുമ്പോ എന്താ വിടാത്തതെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ എത്ര കാലം കഴിയേണ്ടി വന്നു. ഞാനൊരു അച്ഛനാ വേണ്ടി വന്നു. അപ്പൊ നിങ്ങളെ മക്കളെന്നൊക്കെ ഒരിക്കലും സംതൃപ്തിപ്പെടുത്തി ജീവിപ്പിക്കാൻ കഴിയില്ല. നിങ്ങളുടെ കുടുംബത്തിന്റെയും പശ്ചാത്തലം നിങ്ങളെ കുട്ടി അറിയണം. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം അറിയേണ്ടവൻ ആരാ? പക്ഷെ എന്റെ ഭാര്യ പറയുന്നത് അറിയോ, അതൊന്നും അറിയിക്കരുത്. നമ്മളെ ബുദ്ധിമുട്ടൊന്നും പറയുന്നത് ആ കുട്ടി പറക്കണം. എല്ലാം ഭാര്യ അതിനെ പിടിക്കൊന്നും വേണ്ട. നമ്മൾ പറയുന്നത് ഇപ്പം പറക്കട്ടെ. എന്റെ ചെപ്പാ പിടിക്കേണ്ടത് 10ാം ക്ലാസ് കഴിഞ്ഞ് ഒരൊറ്റപ്പെടുത്താൻ മതി. എന്നൊക്കെ ചെയ്തിരുന്നെന്തായാലും 10ാം ക്ലാസ് കഴിഞ്ഞ് ആരെ പിടിക്കുന്നില്ല.
അധികം എന്റെ പെണ്ണിന്റെ കൈ എന്റെ ഭാര്യന്റെ കഴുത്തിൽ ഇങ്ങനെ പിടിക്കുന്നത് എനിക്ക് ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട്. കാരണം അങ്ങനത്തെ കാഴ്ചകൾ ദിനംപ്രതി കാണുന്ന പോലീസുകാരന്റെ രീതിയിൽ എന്റെ മക്കളെ മാറ്റി നിർത്താൻ എനിക്ക് കഴിയില്ല. മനസ്സിലായില്ലേ? മക്കൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞ സ്വഭാവങ്ങൾ മക്കൾക്ക് ഉണ്ടാകും. നിങ്ങൾ ആ കുട്ടിയോട് പറഞ്ഞത് രാവിലെ എഴുന്നേറ്റ് ബുക്ക് വായിക്കുന്ന ലൈറ്റിനോട് മാർക്ക് വരെ ഇങ്ങനെ ഒരു ശബ്ദം ഉണ്ടായി. മുടി രണ്ട് സൈഡിലും ഇങ്ങനെ കെട്ടുന്ന നിങ്ങളെ കാലമൊന്നല്ല ഇക്കാലം. പണ്ടത്തെ പറയാറില്ല പറയുവയ്ക്ക് അതിന്റെ തലച്ചോറ് അങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങൾ കാണും മക്കളെ 18 വയസ്സ് വരെ എന്റെ അച്ഛൻ ഞാനാണ്, എന്റെ ഉമ്മ ഞാനാണ്. 18 വയസ്സ് വരെ എന്നെ ഞാൻ നിയന്ത്രിക്കും, ശാസിക്കും, തിരുത്തും. 18 വയസ്സ് കഴിഞ്ഞ ഇഷ്ടം പോലെ നടന്നു എന്ന് നിങ്ങളുടെ മക്കളെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് എന്നാണോ കഴിയുന്നത് അന്ന് നിങ്ങൾ വിജയിച്ചു. ഞാൻ അതിൽ എന്റെ മോൾ 8ാം ക്ലാസ് വരെ ഞാൻ വിജയിച്ച ഒരു പേരന്റ് എന്ന രീതിയിൽ ഞാൻ ഇന്ന് ഉറപ്പ് നൽകുന്നു. മക്കളെ മുമ്പിൽ നമ്മൾ വിജയിക്കും. പക്ഷെ മക്കൾക്ക് ബോധ്യമാവും. ഞാൻ എന്റെ മക്കളെ ചെറുപ്പത്തിലേ പറഞ്ഞിരുന്ന എന്താ പറയുക, എന്റെ അച്ഛൻ ഞാനാണ്. രാവിലെ എഴുന്നേൽപ്പിക്കുമ്പോൾ ഞാൻ എന്റെ മക്കളോട് പറയുന്നത് എന്റെ അച്ഛൻ ഞാനാണ്. രണ്ടെണ്ണത്തിന് വിളിച്ചു കൂട്ടി കൊണ്ടുപോയി ഞാൻ പറഞ്ഞ വാർത്ത എന്റെ അച്ഛൻ ഞാനാണ്. എന്റെ അങ്ങോട്ട് ഓൾറെഡി എന്റെ അച്ഛൻ ആരാണ്? ആദ്യം കഴിക്കൽ പറഞ്ഞ അച്ഛനാണ്. അച്ഛനാണ് ദൈവം എന്നൊക്കെ പറയുന്നത് ഇപ്പോഴത് തുടരുന്നുണ്ട്. 8ാം ക്ലാസ്സിലെ മോളെ ഞാൻ വീട്ടിന്റെ മുമ്പിൽ കൂട്ടിക്കൊണ്ടുപോയിട്ട് എന്റെ അച്ഛനാണ് ഞാൻ. പിന്നെ ഞാൻ ചോദിച്ചു എന്റെ അച്ഛൻ ആരാണ്? കാരണം ഐറ്റകൾ പറയും അന്തം വിട്ട ബുദ്ധി. ഐറ്റകൾ മാത്രമാണ് ഈ അച്ഛൻ പൊട്ടനാന്ന് ഐറ്റയുടെ വിചാരം. മനസ്സിലായില്ലേ? പക്ഷെ ഞാൻ വിട്ടിട്ടില്ല, ഇപ്പോഴും. ഇനിയിപ്പോ ഈ പറഞ്ഞതിന് സംശയം ഉണ്ടെങ്കിൽ എന്റെ മക്കൾ എവിടെയെങ്കിലും ഞാനും മക്കളും പോകാണുമ്പോ ഈ അന്തം വിട്ട ചെക്കനോട് ചോദിക്കണം എന്റെ അച്ഛൻ ആരാണെന്ന്. ഐറ്റകൾ അറിയാം 18 വയസ്സിന് മതി. 18 വയസ്സിൽ എന്നെ അച്ഛനായിട്ട് അംഗീകരിച്ചാൽ മതി. അവിടെ മക്കളോട് പായകൾ കഴിക്കാൻ മക്കളുടെ റോൾ മോഡൽസുകളിൽ. രണ്ടാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്. ഇതിനോട് അനുബന്ധമായിട്ട് സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന മനഃശാസ്ത്രത്തിന്റെ പിതാവ് പറഞ്ഞ ഒറ്റ വാക്കുമാണ് കൂടി പഠിച്ചാൽ വെച്ചോങ്ങൾ. നിങ്ങളെ മക്കൾ നല്ലോണം പഠിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം നിങ്ങളുടെ മക്കളാൽ കൊടുക്കപ്പെടണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടോ? രാത്രി സന്ധ്യാസമയത്ത് നിങ്ങൾ പറയാതെ കുട്ടി പുസ്തകം എടുത്ത് വായിക്കണമെന്നൊരു സ്വപ്നം നിങ്ങളുടെ മനസ്സിലുണ്ടോ? ഉണ്ട്. നിങ്ങൾ കൊടുക്കുന്ന പയരും മമ്പയറും കഴിച്ചിട്ട് തിന്നണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? തിന്നുന്നുണ്ടല്ലോ. ട്രൗസറിൽ കൊടുക്കേണ്ടത് തന്നെയാണോ കഴിച്ചിട്ട് കൊടുക്കുന്നത്? നിങ്ങളെ മക്കളുടെ കുട്ടി നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? എനിക്ക് ഏഷോറൊന്നും മാത്രം കേട്ടാൽ ഉണ്ടാ ഇല്ല. രണ്ടെണ്ണമുണ്ട്. ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും അയച്ചത് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല. പക്ഷെ മക്കൾ എല്ലാം പറയുന്നത് ഞാൻ കേൾക്കാറ്. അതുകൊണ്ട് തന്നെ സ്കൂളിലെ ഓരോ അണു വിടാതെ എല്ലാ കാര്യങ്ങളും അതിനോട് ഉള്ള സമയത്ത് എന്നോട് പറയാറ്. ഭാര്യയോട് പറഞ്ഞില്ലേ അന്നേരമില്ല അങ്ങനെ അയച്ചത് ആട്ടിക്കട്ടെ. അതുകൊണ്ട് എന്റെ മക്കള് ഓളോടൊന്നും പറയുന്നില്ല. അവിടെ എനിക്ക് ടെൻഷൻ ഉണ്ടായി. ഭാര്യയോടാണ് ആര് പറയേണ്ടത്? മക്കളെല്ലാം പറയേണ്ടത്. എന്തുകൊണ്ടാ പറയാത്തത്? പറയാൻ പോകുമ്പോ നോക്ക് വീട്ടിലെ പണിയൊന്നും കൊണ്ടാവാം കേൾക്കാൻ വേണ്ടി. പക്ഷെ കേൾക്കാൻ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ആ പണി മാറ്റി വെക്കണം. ഞാൻ മറ്റൊരു 2 ഉദാഹരണം പറഞ്ഞുതരാം. എന്റെ മക്കൾക്ക് 18 വയസ്സിൽ ഞാൻ നിയന്ത്രിക്കുന്നു പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. ഞാനാണോ നിയന്ത്രിക്കുന്നത്? നിയമവും ശാസ്ത്രവും പറയുന്നത് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടാ ബോധ്യപ്പെടുത്തിയത്. എന്നെ ചെക്കൻ കഴിഞ്ഞ ദിവസം ചോദിച്ചു, എന്റെ അച്ഛ എനിക്ക് മൊബൈൽ ഫോൺ വേണം. മൊബൈൽ ഫോൺ മക്കൾക്ക് മൊബൈൽ ഫോൺ കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ടോ? ഞാൻ എന്റെ മക്കൾക്ക് സ്വന്തമായി മൊബൈൽ ഫോൺ കൊടുത്തിട്ടില്ല. ചെക്കൻ എന്നോട് വന്ന് പറഞ്ഞു, അച്ഛാ എനിക്ക് മൊബൈൽ ഫോൺ വേണം. അവന് പ്രഭു അംഗീകരിക്കും. ഞാൻ മക്കളെ പ്രഭു എന്നല്ല വേണം തരാം. ഈച്ചയോട് എന്താണോ അങ്ങോട്ട് പറയുന്നത് അതാണ് ഇങ്ങോട്ട് തിരിച്ചു പറയാം. നിങ്ങൾ ഉള്ളിക്കൊണ്ട് ഉപ്പ് പറയുന്നത് അയച്ചിൽ മനസ്സുകൊണ്ട് അത് നമുക്ക് കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്രഭു ഇരിക്കും. പ്രഭു ഇരുന്ന് നിങ്ങൾക്ക് എന്താ ഇതിന്റെ ആവശ്യം? ഒരു മൊബൈൽ ഫോൺ വേണം. ഞാൻ പറയും 18 വയസ്സ് വരെ മക്കൾക്ക് സ്വതന്ത്രമായി മൊബൈൽ ഫോൺ കൊടുക്കരുതെന്ന് നിയമമുള്ള നാടാണ് ഇന്ത്യ. മൊബൈൽ ഫോൺ എന്തിനു വേണ്ടി വിളിക്കണമോ അതിനു വേണ്ടി കൊടുക്കണം. മൊബൈൽ ഫോൺ വിളിക്കുന്നത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? മൊബൈൽ ഫോൺ വിളിക്കാനും ആശയവിനിമയം നടത്തുവാനുള്ള ഉപകരണമാണ്. പഠിക്കാൻ വേണ്ടി ഞാൻ മകന് നല്ലൊരു കമ്പ്യൂട്ടറും നല്ലൊരു ഇന്റർനെറ്റ് കണക്ഷനും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ മക്കൾക്ക് പഠിക്കാൻ കിട്ടുമ്പോൾ എവിടത്തേക്കാ പോകേണ്ടത്? കമ്പ്യൂട്ടറിന്റെ മുമ്പിലേക്ക്. ഫോണിന്റെ മുമ്പിലേക്ക് എപ്പോഴാണ് വരേണ്ടത്? വിളിക്കാൻ വേണ്ടി. മനസ്സിലായില്ല? അങ്ങനെയാണ് നിയമം പറഞ്ഞത്. അപ്പൊ ഞാൻ നിയമമാണ് അനുസരിപ്പിക്കുന്നത്. അപ്പൊ മോൻ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു മോനെ ഫോൺ വിളിക്കാനുള്ള ഉപകരണമല്ല, അച്ഛന്റെ ഫോൺ എടുത്ത് വിളിച്ചോ.
അവൻ എനക്കത് വേണ്ട. അവൻ അമ്മേന്റെ ഫോൺ എടുത്ത് വിളിച്ചോ, വേണ്ടേ വേണ്ട. അന്ന് അച്ഛമ്മേന്റെ ഫോൺ എടുത്ത് വിളിച്ചോ, അതെനക്ക് വേണ്ട. ഞാൻ ചോദിച്ചു പിന്നെ എനിക്കെന്താ വേണ്ടത്? ഒരു സ്വന്തമായി ഫോൺ വേണം. ഞാൻ ചോദിച്ചു എന്തിനെന്ന് ചോദിച്ചപ്പോ പറഞ്ഞ മറുപടി എന്താറിയോ, വിഷ്ണുവിനും കൃഷ്ണുവിനും രുഷ്ണുവിനെല്ലാം ഫോണുണ്ടല്ലോ, പിന്നെ അച്ഛൻ എന്താ എനക്ക് വാങ്ങിച്ചു തന്നാൽ അവന്റെ വാദമാണ്. ഞാൻ അവരോട് പറഞ്ഞ മറുപടി എന്താ പറയുക, വിഷ്ണുവിനെയും കൃഷ്ണുവിനെയും രുഷ്ണുവിനൊന്നും എനക്ക് നോക്കാൻ പറ്റൂല. എനക്ക് ഇന്നേ നോക്കാൻ പറ്റൂ. അതും ഞാൻ ഇനി ആജീവനത് നോക്കൂല്ല. 18 വയസ്സ് വരെ മാത്രമേ ഞാൻ ഇത് നോക്കൂ. 18 വയസ്സ് കഴിഞ്ഞാൽ ഇനി എന്നെ നോക്കാം. അങ്ങനെ രണ്ടാമത് 18 വയസ്സായി എന്റെ വസ്ത്രത്തിന്റെ കാര്യത്തിൽ, എന്റെ മുടിയുടെ കാര്യത്തിൽ, ഇതിന്റെ എല്ലാ കാര്യത്തിലും തീരുമാനമാണ്. 18 വയസ്സ് വരെ ഗവൺമെന്റ് എന്നോട് പറഞ്ഞാൽ ഇന്നെ നോക്കണം, നോക്കിയില്ല ഞാൻ പൊട്ടനാണ്. ഗവൺമെന്റ് വരെ പൊട്ടനാവാൻ പറ്റൂല. ഓനില്ലേ ഇങ്ങനെ 4 ആക്കലാക്കി ഒരൊറ്റ പോക്കാം. ഞാൻ ചോദന അടിച്ചില്ല. ഓട് വെള്ളം കൊണ്ട് പോയാണ്. അവന് മനസ്സിലായി 18 വയസ്സ് വരെ ഫോൺ അച്ഛന്റെ അമ്മയ്ക്ക് ഉപയോഗിക്കാം, സ്വന്തമായി നടക്കൂല. ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെയും വന്നത് ഓനിക്ക് അതോടുകൂടി പ്രശ്നം തീർന്നു കേട്ടാ. നിങ്ങളുടെ ഓനോട് ഇല്ല എന്ന് പറഞ്ഞാൽ കുറച്ചേക്ക് തക്കാളാന്ന് പറഞ്ഞിട്ട് 5ാമത്തെ വീട്ടിൽ പോകാൻ വേറെ ഏതെങ്കിലും പോകും. നിങ്ങൾക്കാണ് മനസ്സിലെ സങ്കടം ഉണ്ടാവും, ആ കുട്ടിക്ക് സങ്കടം ഉണ്ടാവില്ല. അടുത്ത ആഴ്ചയിലൊക്കെ വീണ്ടും വെച്ച് ഒരു മുടി ഇങ്ങനെ ആക്കണം. നമ്മുടെ പ്രഭു ഇരിക്കും. ഞാൻ ഓനെയും കൂട്ടിട്ട് ആ ബാർബർ ഷോപ്പിൽ പോയിട്ട് മുടി ഇങ്ങനെ ആക്കാൻ എത്രയാന്ന് ചോദിച്ചപ്പോ അവിടെ നിന്ന് പറഞ്ഞ് 750 റുപ്യ അവര് മുടി ഇങ്ങനെ ആക്കാൻ. അതിങ്ങനെ ആക്കിയാൽ നിൽക്കൂല, അതിന് ജെല്ല് പെരട്ടണം പോലെ. അപ്പൊ ജെല്ലിന് 1250. അതായത് ഇവന്റെ 4ാം ക്ലാസ്സിൽ അവന്റെ മുടി ഇങ്ങനെ നിർത്തിക്കണമെങ്കിൽ ഞാൻ 2000 റുപ്യ ചെലവാക്കണം പോലും. ഞാൻ ഓനെയും കൂട്ടി വന്നിട്ട് പറഞ്ഞു, പ്രഭു തിന്നത് തന്നെ പൈസയില്ല, പിന്നെ എന്റെ മുടി ഇങ്ങനെ ആക്കുന്നു വെച്ചപ്പോ എന്റെ 7ാം ക്ലാസ്സിലുള്ള മോള് ഇവനെ അങ്ങോട്ട് വിളിച്ചു കൂട്ടിക്കൊണ്ടുപോയിട്ട് പറഞ്ഞിട്ട് മറുപടി എന്നാണ്, എടാ നിന്റെ മുടിയിൽ നിനക്കൊരു അവകാശമില്ലെന്ന് ചോദിക്കടാ അച്ഛനോട്. ഈ 4ാം ക്ലാസ്സിലെ പൊട്ടൻ എന്റെ അടുത്ത് വന്ന് ചോദിക്കുക, എന്റെ മുടിയിൽ നിനക്കൊരു അവകാശം ഇല്ലേ അച്ഛ? ഞാൻ പറഞ്ഞു, മോനെ 18 വയസ്സ് വരെ എന്റെ മുടി അങ്ങനെ ഇല്ല. നമ്മുടെ മുടി പൈസ ഒപ്പിച്ചത് കിട്ടും. പിന്നെ 12 വയസ്സായിട്ട് എനിക്ക് വലുതായിട്ട് ഈ മുടി ഇങ്ങനെയോ ആക്കണം, അല്ലാണ്ട് ഇത് അച്ഛന്റെ പൈസക്കല്ല ഇങ്ങനെ ഒട്ടണമെന്ന് പറഞ്ഞപ്പോ കുറെ എല്ലാ പച്ചനുണ്ട് എനക്കുണ്ട് എന്ന് പറഞ്ഞ് പോകാണ്ട് എന്നെ ചോദന ഒന്നുമില്ല. പക്ഷെ അവർക്ക് സമാധാനമായപ്പോഴാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ഉറക്കത്തിൽ ഞെട്ടി പോലെ എന്നോട് തന്നെ ചോദിക്കുക, 18 അച്ഛനക്ക് എന്തിനാണ് എന്നിട്ട് വേണം മുടി ഇങ്ങനെ ആക്കിയിട്ട് അച്ഛന്റെ കണ്ണു കുത്തുക എന്നടാ. അതാണ് കുട്ടി. അല്ല കുട്ടിക്കുമ്പോഴൊരു ദേഷ്യമില്ല. അല്ലാണ്ട് നിങ്ങളെ സമൂഹത്തിൽ മറ്റുള്ളവരോട് മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധം തലത്തിലൊരു ശ്രമങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകരുത്. നിങ്ങളുടെ കുട്ടിയുടെ അമ്മയാണ്, നിങ്ങളുടെ കുട്ടിയുടെ അച്ഛനാണ്. നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മാന്യതയും മര്യാദ എല്ലാം ആ കുട്ടിക്ക് ഉണ്ടാവണം. നിങ്ങൾ മര്യാദ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയും പറഞ്ഞോ മര്യാദ കിട്ടും. അതിന് ശാസ്ത്രം പറയുന്നുണ്ടല്ലോ, സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന മനഃശാസ്ത്രത്തിന്റെ പിതാവ് പറഞ്ഞ വർത്താനം എല്ലാവർക്കും കേട്ടാൽ മതി. സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞതെന്നറിയോ, നിങ്ങളുടെ മക്കൾ രാവിലെ എഴുന്നേൽക്കുന്നില്ല എങ്കിൽ, നിങ്ങളുടെ മക്കൾ നിങ്ങൾ അനുസരിക്കുന്നില്ല എങ്കിൽ അതിനൊറ്റ കാരണം മാത്രമേ ഉള്ളൂ, അച്ഛനും അമ്മയും മക്കളെ പോറ്റുന്ന രീതി ശരിയല്ല. 4 വയസ്സുള്ള കുട്ടിയുടെ തലച്ചോറ് പരിപൂർണമായും വളരുന്നു. എത്ര വയസ്സിൽ പറ? എത്രാമത്തെ വയസ്സിൽ? 4ാമത്തെ വയസ്സിൽ. 4ാമത്തെ വയസ്സിൽ തലച്ചോറ് പരിപൂർണമായും വളരുന്നുണ്ട്. ആ തലച്ചോറിനോട് നിങ്ങൾ എന്താണോ കാണിച്ചു കൊടുക്കുന്നത്, എന്താണോ ശീലിപ്പിക്കുന്നത്, എന്താണോ നിങ്ങൾ അതിനെ ചെയ്യിപ്പിക്കുന്നത്, അതാണ് കുട്ടിയുടെ സ്വഭാവം, അതാണ് കുട്ടിയുടെ സംസ്കാരം, അതാണ് കുട്ടിയുടെ രാഷ്ട്രീയം, അതാണ് കുട്ടിയുടെ മതം. മനസ്സിലായ? 4 വയസ്സ് മുതൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയോട് എന്താണോ പറഞ്ഞു കൊടുക്കുന്നത്, എന്താണോ കാണിച്ചു കൊടുക്കുന്നത്, അതാണ് കുട്ടിയുടെ സ്വഭാവം. ഇനി പറ, നിങ്ങളുടെ കുട്ടി എന്താ 4-6 മണിക്ക് രാവിലെ എഴുന്നേൽക്കാത്തത്? പറ. നിങ്ങൾ 4 വയസ്സ് മുതൽ പറ ആ കുട്ടീനെ എഴുന്നേൽപ്പിച്ചിട്ടില്ല. എന്തുകൊണ്ടാ അമ്മ പാത്രം കഴുകുമ്പോൾ കുട്ടി സഹായിക്കാത്തത്? 4 വയസ്സ് മുതൽ അമ്മ അതിന് അടുക്കള കാറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണ് രാത്രി 10 മണിക്ക് കുട്ടി കിടന്ന് ഉറങ്ങാത്തത്? ആ കുട്ടീനെ 4 വയസ്സ് മുതൽ 10 മണിക്ക് ഉറങ്ങാൻ പഠിപ്പിച്ചില്ല. സ്കൂളിലെ ടീച്ചറെ സ്കൂളിനെ കുറിച്ച് കുട്ടി എന്താ എന്ന് പറയുന്നത്? 4 വയസ്സ് മുതൽ സ്കൂളിനെ കുറിച്ച് ടീച്ചറെ കുറിച്ച് അമ്മയും അച്ഛനും അടുക്കളയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞ മനസ്സിലായ? തൊട്ടയിലെ ശീലം തൊട്ടല്ല. അപ്പൊ നിങ്ങളെ കുട്ടികൾ നിയന്ത്രിക്കപ്പെടേണ്ട പ്രായത്തിൽ നിയന്ത്രിക്കപ്പെട്ടിട്ട് ഇനിയിപ്പോ ഞാൻ പറയുന്നതിനോട് യോജിപ്പുണ്ടാവും. എന്നിട്ട് ചെറുപ്പത്തിൽ പറഞ്ഞാൽ അനുസരിക്കൊന്നില്ലെന്ന് തോന്നൂലേ? എന്റെ മുമ്പിലിരിക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള കുറെ ആളുകളുണ്ടല്ലോ,
എല്ലാ വെള്ളിയാഴ്ച മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ആളുകൾ പള്ളിയിൽ പോകില്ലേ ദിവസം 5 പ്രാവശ്യം നിസ്കരിക്കൂലേ, ഒരു മാസം നോമ്പെടുക്കൂലേ, കൃത്യമായി എല്ലാം എടുക്കുന്നുണ്ടല്ലോ. അതെങ്ങനെയാ സാധിക്കുന്നത്? ചെറിയ കുട്ടിയും വലിയാളും വന്നിട്ട് ഒരേപോലെ ചെയ്യുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ്? 5-ാമത്തെ വയസ്സിൽ മദ്രസയിൽ നിന്ന് കിട്ടുന്ന കൃത്യമായ മതപഠനം. അതുകൊണ്ട് മാത്രമല്ല, ആ പഠനത്തോടൊപ്പം ആ കുട്ടി 4 വയസ്സ് മുതലേ അവന്റെ ബാപ്പ വെള്ളിയാഴ്ച എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നത് കാണുന്നുണ്ട്. 4 വയസ്സ് മുതൽ അവന്റെ ഉമ്മ നിസ്കരിക്കുന്നത് അവൻ കാണുന്നുണ്ട്. 4 വയസ്സ് മുതൽ അവർ പാവങ്ങൾക്ക് സഹായം നൽകുന്ന കാഴ്ച ആര് കാണുന്നുണ്ട്? കുട്ടി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് ആ സ്വഭാവം ഉണ്ടാവും. 1-ാം ക്ലാസ്സിലെ കുട്ടി എങ്ങനെ നടക്കണം, ഇമ്മ മക്കളെ എങ്ങനെ ആരാവണമെന്നൊക്കെയുള്ള തീരുമാനം ഏത് പ്രായത്തിൽ എടുക്കണം? 4-ാമത്തെ വയസ്സിൽ. നിങ്ങളിപ്പോ എന്താ ചെയ്യുന്നത്? അതുകൊണ്ടാണ് ഇന്ത്യയിൽ മെസ്സി ഉണ്ടാവാത്തത്, അതുകൊണ്ടാണ് ഇന്ത്യയിൽ റൊണാൾഡോ ഉണ്ടാവാത്തത്, അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഒരു കായിക പ്രതിഭകളും വിചാരിച്ച പോലെ ഉണ്ടാവാത്തത്, ഓട്ടക്കാരനുണ്ടാകുന്നത്. എന്തുകൊണ്ടാണ്? ഇവിടെ എപ്പ ഓടും പോകുന്നത്? 12 വയസ്സായിട്ട് അല്ലെങ്കിൽ 20 വയസ്സായിട്ട് ഒരു പണിയിലിട്ടുണ്ടാകുമ്പോൾ സ്പോർട്സ് താരത്തിനോ സമ്മാനം ഉണ്ടെന്നോ ഓടും പോകുന്നത്. മെസ്സി 3.5 വയസ്സ് മുതൽ ഫുട്ബോൾ അക്കാദമിയിൽ പഠിച്ച മെസ്സിയാണ് 1490 കോടി വരുമാനം ഉണ്ടാക്കുന്നത്. 3.5 വയസ്സ് മുതൽ ചെസ് പഠിച്ചു തുടങ്ങിയ ഗുഗേഷാണ് 18-ാമത്തെ വയസ്സിൽ 18 കോടി രൂപ വീട്ടിലേക്ക് സമ്മാന തുകയുമായി പോയത്. ഇപ്പോ രാജസ്ഥാൻ റോയലിന്റെ വൈഷ്ണവ് എന്ന അവന്റെ പേര് വൈഷ്ണവ് സൂര്യവംശായി എന്ന് പറയുന്ന ഒരു ചെക്കനാണ് 1,35,00,000 രൂപയ്ക്ക് രാജസ്ഥാൻ റോയലിലേക്ക് പോയത്. നിങ്ങളുടെ മക്കൾക്ക് എത്ര വയസ്സായി? അപ്പോൾ എന്ത് കൊണ്ടുവന്നു നിങ്ങളുടെ വീട്ടിലേക്ക്? കച്ചറാന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉപകാരമുണ്ടോ? കാരണം എന്താ? ആ കുട്ടിയുടെ മനസ്സറിഞ്ഞ് ആ കുട്ടിയുടെ ഒരു താളബോധത്തോടു കൂടി ജീവിതത്തിലേക്ക് ഒരു വഴിത്തിരിയിലേക്ക് കൊണ്ടുപോകാൻ ഇന്നത് പറ്റിയില്ല. ശരിയാണോ തെറ്റാണോ? അതുകൊണ്ട് ആവിർഭാവം എന്ന് പറയുന്ന ചെക്കനുണ്ടല്ലോ, ഇടുക്കിയിലെ ആ പാവപ്പെട്ട വീട്ടിലെ ഒരു 6 വയസ്സുകാരൻ അവന്റെ ഇന്റർവ്യൂ കണ്ടു. 6 വയസ്സുകാരൻ സ്റ്റാർ ഐഡോൾ എന്ന് പറയുന്ന ഇന്ത്യയിലെ എല്ലാ കുട്ടികളും പങ്കെടുക്കുന്ന പാട്ട് മത്സരത്തിൽ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ പാട്ട് ഒന്നിച്ച് നമ്മൾ ഐഡിയ സ്ഥാപിക്കുന്ന പോലെ പാട്ട് പാടിയിട്ട് 120 പാട്ടുകൾ കാണാപ്പാടം പഠിച്ച് പാടി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനക്കാരും മത്സരിച്ച് ജയിച്ച കുട്ടിയുടെ പേര് ഇടുക്കിക്കാരനായ ആവിർഭാവം. ഒന്ന് കണ്ടു നോക്കുവാൻ ഇന്റർവ്യൂ. 6 വയസ്സാകുമ്പോൾ കോടിക്കണക്കിന് കുട്ടി അവൻ വീട്ടിലേക്ക് കൊണ്ടുകൊടുക്കുന്നു. നിങ്ങളുടെ മക്കളോ? ആ അമ്മയ്ക്ക് 3 വയസ്സ് മുതൽ കുട്ടി പാടുന്നത് മനസ്സിലാക്കാൻ പറ്റി. അവന്റെ പാട്ടിന്റെ ലോകത്തേക്ക് തുറന്നു വിട്ടു. ഗുഗേഷിന്റെ അച്ഛൻ അവൻ ചെസ് കളിക്കുന്നത് ബോധ്യപ്പെട്ടു. ഗുഗേഷിന്റെ അച്ഛൻ ഇവന് 3.5 വയസ്സിൽ ചെസ് അക്കാദമിയിൽ ചേർന്നു. പ്രജ്ഞാനന്ദ അവന്റെ ഏഷ്യയിലെ ചെസ് കളിക്കാൻ കൊണ്ടുപോയ ചെക്കനാണ് ഇന്ത്യയിൽ ഏറ്റവും മികച്ച 14 വയസ്സിലെ ചെസ് കളിക്കാൻ. പ്രജ്ഞാനൊക്കെ ഞാനിപ്പോ ആലോചിക്കുമ്പോൾ ഞാനും പരാജയമാണ്. എന്റെ 7-ാം ക്ലാസ്സിലെ ചെക്കൻ ഒന്നും ആയിക്കില്ല. കാരണം എന്താ? ഞാൻ 1.5 വയസ്സ് മുതൽ ഒന്നും ആക്കി. ഞാനിപ്പം നോക്കുമ്പോ ഓൻ എന്തെന്നാണ് കൊണ്ട് തിരിഞ്ഞിട്ടില്ല. ഓൻ ആകെ ഇപ്പൊ കട്ടും നൽകും. ഞാനും ഭാര്യയും കൂടി ഒരു കുറിച്ച് ചർച്ച ചെയ്തെന്നറിയോ, സ്നെഗിയാണോ പാമ്പേഴ്സ് ആണോ നല്ലത്? എന്റെ മോൻ എങ്ങനെ നന്നാവാൻ? അപ്പൊ അവന്റെ താളത്തിനനുസരിച്ച് അവനൊരു സ്പോർട്സ് മേഖലയിലോ പാട്ടിന്റെ മേഖലയിലോ ഒരു മേഖലയിലേക്ക് വഴിതിരിച്ചു വിടാൻ കഴിയാത്ത ഹതഭാഗ്യയുടെ അച്ഛനാണ്. അത് മനസ്സിലായില്ലേ? മക്കളെ അവരുടെ ടേസ്റ്റ് തന്നെ ഓല് പറയുന്നതല്ല ടേസ്റ്റ്. അവർക്ക് ഏതെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടാവും. ഓടാൻ കഴിയുന്നതിന് ഓടാൻ വിടണം. ജാഗ്രത പറഞ്ഞ ആ രീതിയിലേക്ക് മാറ്റണം. ഏത് വയസ്സ് മുതൽ എങ്കിൽ നിങ്ങളുടെ മക്കൾ. അപ്പൊ എന്തുകൊണ്ടാണ് മക്കള് കയ്യിൽ പിടുത്തപ്പെട്ടോന്ന് നിങ്ങൾക്ക് മനസ്സിലായ? എന്തുകൊണ്ടാണ്? ഇനി നിങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും ലഹരി ഇല്ല, നിങ്ങൾ പിന്നെയും വിട്ടൂല. നിങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും ലഹരി ഉണ്ടാ? യെസ് പറഞ്ഞോ പോട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും ലഹരി ഇല്ല, നിങ്ങൾ ലഹരി വിട്ട് പ്രതിജ്ഞ എടുത്തില്ലല്ലോ. ഇപ്പൊ ഉണ്ടോ? എനിക്ക് യെസ് പറഞ്ഞോ മാത്രം കേട്ടാൽ മതി. ഉണ്ടോ? നോ എന്നാണെങ്കിലേ നിങ്ങൾ ഈ മലയമലാക്കെ പോയി താഴേക്ക് തുള്ളിക്കളഞ്ഞിപ്പോ നിങ്ങൾ മരിക്കണം. ലോകത്ത് മക്കളെ പഠിപ്പിക്കുന്ന ആദ്യം ലഹരി എന്ന് നമുക്ക് മനസ്സിലാകണ്ടേ. ലഹരി ഇല്ലാതെ ഒരു മനുഷ്യ ജന്മത്തിനും ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല. അവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടത്. വാട്ട് ഈസ് ലഹരി? എന്താണ് ലഹരി? ലഹരി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഏതെങ്കിലും ഒരു വസ്തുവിനെ കാണുമ്പോൾ, ഏതെങ്കിലും ഒരു പദാർത്ഥം ഉപയോഗിക്കുമ്പോൾ, ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ സാധനം വീണ്ടും വീണ്ടും കാണണമെന്നും ആ പ്രവൃത്തി വീണ്ടും വീണ്ടും ചെയ്യണമെന്നും ആ സാധനത്തെ വീണ്ടും വീണ്ടും ഉപയോഗിക്കണമെന്നും തോന്നുന്നുണ്ട് എങ്കിൽ
അങ്ങനെ തോന്നുന്ന സാധനമാണ്, തോന്നുന്ന പ്രവൃത്തിയാണ്, തോന്നുന്ന സംഗതിയാണ് ലഹരി. ഓക്കെ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും കാണുമ്പോൾ വീണ്ടും വീണ്ടും കാണുമ്പോൾ ഒന്നെങ്കിലും ഉപയോഗിക്കും, വീണ്ടും വീണ്ടും ഉപയോഗിക്കണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണണം ഉപയോഗിക്കണം എന്നൊന്നും തോന്നുന്നുണ്ട? ഒന്നും തോന്നുന്നില്ല. അല്ല, നമ്മൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട? തോന്നുന്നില്ലെങ്കിലും മരിക്കണം. കാരണം അറിയോ, രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒന്നും തോന്നുന്നില്ല, പിന്നെ മനുഷ്യ മാറുന്നല്ലോ. നമുക്ക് അങ്ങനെ തോന്നണ്ടേ? ഒന്നും തോന്നുന്നില്ല. അല്ല കുട്ടി, മികച്ച തോന്നുന്നുണ്ട് രാവിലെ എണീക്കുമ്പോ? ഒന്നുമില്ല. സത്യം പറഞ്ഞു, ഒന്നും പഠിക്കണ്ട, പറഞ്ഞു, ഒന്നും തോന്നില്ല. ഇത്രയും നല്ലൊരു നാട്, അങ്ങനെ യോഗാചാര്യ ഭാഷ, ഒന്നും തോന്നുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചായ കുടിക്കണമെന്ന് തോന്നുന്നില്ല, ഇല്ലേ? ഓനപ്പുറത്ത് പറയല്ലേ ചായ എന്ന് പറയലുണ്ട? അങ്ങനെയാണെങ്കിൽ ചായ കുടിക്കുമ്പോൾ സന്തോഷം ഉണ്ടാവുന്നുണ്ടെങ്കിൽ കാപ്പി കുടിക്കുമ്പോൾ വീണ്ടും വീണ്ടും കുടിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചായയും കാപ്പിയും ലഹരിയാണ്. രാവിലെ പിന്നെ ഉറങ്ങുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് തോന്നുന്നില്ല, ഉറക്കം ലഹരിയാണ്. തിന്നുന്നത് കാണുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നുണ്ട്, ആ സാധനത്തെ വീണ്ടും വീണ്ടും തിന്നാൻ തോന്നുന്നുണ്ടെങ്കിൽ തിന്നലൊരു ലഹരിയാണ്. പാട്ടിൽ പാടുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പാട്ട് ലഹരിയാണ്. ഡാൻസ് കളിക്കുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നെങ്കിൽ ഡാൻസ് ലഹരിയാണ്. കരാട്ടയും കുങ്ഫുവും കളരിയും എല്ലാം ലഹരിയാണ്. ഇതൊക്കെ എന്താ ഇല്ലാന്ന് പറഞ്ഞേ? നിങ്ങളെന്താ ഇല്ലെന്ന് പറഞ്ഞേ? നിനക്ക് മനസ്സിലായി, നിങ്ങൾ ഏത് ടീമാന്ന് നിനക്ക് തിരിഞ്ഞി അല്ലേ? ഇതിന്റെ തകരാറ് ലഹരി എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന കണ്ണും കഞ്ചാവില്ല. നിങ്ങൾക്ക് കണ്ണ് കാണുന്നതാണെന്ന് വീട് കൊണ്ട് പിടിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ കണ്ണൊരു ലഹരിയാണ്. മനസ്സിലായില്ലേ? സിഗരറ്റ് കാണുമ്പോൾ വീട് കൊണ്ട് വലിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ സിഗരറ്റ് ഒരു ലഹരിയാണ്. എക്സ്ട്രാ എക്സ്ട്രാ എക്സ്ട്രാ. ഇനി മക്കൾക്ക് ബബിൾക്കം കാണുമ്പോൾ വീണ്ടും വീണ്ടും തിന്നാൻ തോന്നുന്നുണ്ടെങ്കിൽ ബബിൾക്കം ലഹരിയാണ്. വേണ്ടാത്ത ലഹരിയും വേണ്ട ലഹരിയും ഉണ്ട്. നിങ്ങൾ വേണ്ട ലഹരിയെ കുറിച്ച് ചർച്ച ചെയ്തില്ല. അവിടെ നിങ്ങൾക്ക് മൊബൈലില്ല, രാവിലെ എണീക്കും, തോന്നണം, മോന്തണം, റീൽസ് കാണണം, ഇന്നലെ ഇട്ട പോസ്റ്റിന് എത്ര കേക്ക് ലൈക്ക് കിട്ടിയെന്ന് തോന്നണമെന്ന് തോന്നിയില്ല. രാവിലെ എണീക്കും മൊബൈലേ തോന്നലില്ല. എങ്കിൽ ഇന്ന് നിങ്ങൾ നല്ലൊരു മനുഷ്യകുട്ടിയാണ്. അതല്ല, ഫോണ് തോന്നണം, എണീക്ക് ഉടനെ തന്നെ ഫോൺ എടുക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ മുമ്പിൽ ഇരിക്കുന്ന സകല പേരൻസ് ഓർമ്മിച്ചോ, അതൊരു ലഹരിയാണ്. ആ ലഹരിയെ നമുക്ക് ഉന്മൂലനാശം നശിപ്പിക്കണം. മക്കൾക്ക് ഫോൺ കൊടുക്കുമ്പോഴല്ല അമ്മക്ക് കൊടുക്കുമ്പോഴുണ്ടാവുന്നത്. മക്കൾ ഫോണിന്റെ ലോകത്തേക്ക് പോകാതിരിക്കുമ്പോഴാണ് പറഞ്ഞോ ഒരമ്മക്ക് സമാധാനം ഉണ്ടാവേണ്ടത്. മനസ്സിലായില്ലേ? ഫോണ് അങ്ങനെ മക്കൾക്ക് ഫോണ് രാവിലെ വേണമെന്ന് നോക്കുന്നുണ്ടാ? ഇല്ല. നിങ്ങൾ മക്കളെ ദൈവങ്ങളാക്കണം. ഫോണേ വേണ്ടായിട്ട് മക്കൾ ഫോൺ കൊടുക്കാറില്ല. പിന്നെ ക്ലാസ്സൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് എല്ലാം അറിയാം, മക്കൾ ഫോൺ ഉപയോഗിക്കുന്നില്ല, അയച്ചത് കളിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ കളഞ്ഞ് പേടിക്കാനാണ്. എന്നാ ഒരു കാര്യം കൂടി പറയാം, അല്ല വേറെ തന്നെ ലഹരി ഉണ്ടാകും. കുട്ടികൾ അത് ബേക്കിലായിപ്പോ എല്ലാം ഓരോട് ചോദിച്ചാൽ സ്വഭാവമായിട്ട് വാങ്ങിയത് എല്ലാം ഐഡിയ കളർന്നൊന്നും പറയും കേട്ടോ. പോട്ടെ, നിങ്ങൾക്ക് വേറെ ലഹരി ഒന്നുമില്ല? ഇല്ല. അല്ല, നിങ്ങൾ വില
അമ്മയും കാത്തിരിക്കുന്നുണ്ട്, എന്റെ ഉമ്മയും പാപ്പയും കാത്തിരിക്കുന്നുണ്ട്, എന്റെ സഹോദരി എനിക്ക് വേണ്ടപ്പെട്ടവളാണെന്ന് തോന്നുന്ന ഏത് കുട്ടിക്കാണ് ഒളിച്ചോടാൻ കഴിയുക? ഏത് കുട്ടിക്കാണ് ആത്മഹത്യ ചെയ്യാൻ കഴിയുക? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്ന സംസ്ഥാനം കേരളമായി മാറുന്നത് ഈ ഒരു കുടുംബ ബന്ധത്തിന്റെ അകൽച്ചയാണ്. ശരിയാണോ തെറ്റാണോ? ഞാൻ എന്റെ ഭാര്യയെ വേണ്ടി വേറെ പോണെങ്കിൽ എനിക്ക് ഭാര്യനെ കണ്ടെടുത്താൽ കണ്ടുപിടിക്കും. ശരിയാണോ? എനിക്ക് നിങ്ങളെ കാണുമെന്ന് സന്തോഷം അറിയോ? എന്റെ ടീംമേറ്റ് ഭർത്താവ് എല്ലാ നമ്മളും കൈമാറി ചെയ്യും. അവിടെയാണ് കുടുംബത്തിൽ പിറക്കണം. നിങ്ങളുടെ കുടുംബത്തിലാണ് പിറന്നത്. നിങ്ങള് വാട്ട് ഈസ് കുടുംബം? കൂടുമ്പോൾ സംഘപ്പെട്ട നാടാണ് ഇത്. കൂടുമ്പോൾ സർ ഇമ്പാണോ കുടുംബം? നിങ്ങൾ എന്റെ വീട്ടിലൊന്ന് വന്നത് ഞാനൊരു കാണുന്ന ഭൂകമ്പം. ഇമ്പം ഉണ്ടായിരുന്നു. കല്യാണത്തിന് മുമ്പേ എന്റെ കല്യാണം ഉറപ്പിച്ച് കല്യാണം കഴിക്കാൻ ഒരു 6 മാസം ഉണ്ട്. ആ 6 മാസം എന്റെ ജീവിതത്തിൽ എനിക്ക് ഇമ്പമുള്ള പ്രതീക്ഷകളായിരുന്നു. ഞാനും ഭാര്യ സ്നേഹിച്ചത് ആ 6 മാസമായിരുന്നു. എന്ത് രസമെന്നറിയാം? രാവിലെ ഗുഡ് മോർണിംഗ്, ഉച്ചക്ക് ഗുഡ് ആഫ്റ്റർനൂൺ, വൈകുന്നേരം ഗുഡ് ഈവനിങ്, രാത്രി ഗുഡ് നൈറ്റ്, എല്ലാം കഴിഞ്ഞാൽ ഉമ്മയും നല്ല രസാട്ടോ. ഞാൻ വിചാരിച്ചാല് ഗുഡ് നൈറ്റ് ഗുഡ് ആഫ്റ്റർ അങ്ങനെ കുറെ ഇത് കൂടി ഉണ്ടെങ്കിൽ ഇടക്കിടക്ക് ഇങ്ങനെ അയക്കുകയും ഞാൻ വിചാരിച്ചു. ഇതൊക്കെ അങ്ങനെ ഒന്നുമില്ല. ഒരു ഹായ് വിട്ട അന്നേരം ഒരു ഹോയ്. അങ്ങനെ നല്ല രസം. തലേന്ന് ഉമ്മ കൊടുക്കാൻ മറന്നു വയ്ക്കിട്ട് രാവിലെ കയറി ഇന്നലെ ഉമ്മ എടുത്ത് അപ്പൊ ഞാൻ വളച്ചോനെ. പിന്നീട് നമ്മൾ സംസാരമായപ്പോ നമ്മൾ കോഴിക്കോട് സംസാരിച്ച് നല്ല രസമാട്ടോ. കറങ്ങണം, പറക്കണം. അങ്ങനെ കല്യാണത്തിന് മുമ്പ് നമ്മൾ തമ്മിൽ സ്വപ്നങ്ങൾ മാത്രമായിരുന്നു. വർണ്ണ മനോഹരമായ സ്വപ്നങ്ങൾ. നിങ്ങളെങ്ങനെയായിരുന്നു? ഇങ്ങനെ തന്നെയല്ലേ? കല്യാണം കഴിഞ്ഞ് ഇപ്പൊ നിങ്ങൾ എന്റെ ഫോണിൽ എടുത്തു ഓളെ ഗുഡ് ആഫ്റ്റർനൂണും ഇല്ല, ഗുഡ് ഈവനിങ് ഉമ്മ തീരെ ഇല്ല. വൈകുന്നേരമാകുമ്പോ ഉള്ളി പാരസിറ്റാമോൾ എന്ന മെസ്സേജ് അല്ലാതെ ഓൾ ഒരു മെസ്സേജ് എടുക്കുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? നമ്മളെല്ലാം തുല്യ ദുഃഖിതരാ. ഒരു 6 മാസക്കാലം പരമോന്നത ജീവിതം നയിച്ചിട്ട് പിന്നീട് കാണുമ്പോൾ ദേഷ്യം പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? നിനക്ക് എന്റെ കാര്യം ദേഷ്യം എന്താണെന്ന് അറിയോ? ഒക്കെ എന്നോട് ദേഷ്യം. ഓള് പറയുന്നുണ്ടല്ലോ എനിക്ക് ഞാനോളും അടികൂടും കേട്ടാ. നിങ്ങൾ അടികൂടലുണ്ടാ? ഭർത്താവോട് അടികൂടും എന്ന് പറയുന്ന ഒരു വർത്താനം പറ. ഞാനും ഭാര്യ അടികൂടും ഓളിപ്പം പറയുന്ന ഒരു വർത്താനം അറിയാം. എനക്കത്ര നല്ല മന്ദിനെ ഉണ്ട കണ്ണെ ആന ചെവിയെ ഇങ്ങനെ ഇതെന്റെ മോളെ നോക്കുന്നതാണ് പറയുന്നത്. പെട്ടയിലെ ശീലം എന്റെ മോളോട് ചോദിച്ചല്ലോ, അമ്മക്ക് ആ ഉണ്ട കണ്ണനെ കഴിച്ചാൽ പോലെയാണ്. ഈ പൊട്ടറ കൈകളോട് ചോദിക്കേണ്ട ഗതികേടന്റെ വാര്യക്ക് വന്നത് എങ്ങനെയാണ്? കൈകൾ മുമ്പ് അടികൂടി. അപ്പൊ മക്കളുടെ മുമ്പിൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് പല വിയോജിപ്പുകൾ ഉണ്ടാവും. അതെന്തുകൊണ്ടാന്ന് പറയാം. അതാണ് മക്കൾ. ഞാൻ എന്റെ മോളോട് പറയുന്നു, മോളെ വേണ്ടേ മോളെ, കല്യാണത്തിന് മുമ്പേയുള്ള പ്രളയം എന്റെ അമ്മനെ പോലെ ആയിരുന്നു. സ്വപ്നങ്ങൾ മാത്രം. ഇപ്പൊ കല്യാണം കഴിച്ചത് 5 കൊല്ലം കഴിഞ്ഞാൽ ഇത് മൂപ്പൊലിപ്പ്, ഓള ഊരവേദന, ചെക്കന്റെ ഫീസ്, ഇതൊന്നും നമ്മൾ കല്യാണത്തിന് മുമ്പ് ചർച്ച ചെയ്തില്ല. നിങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾ കല്യാണത്തിന് മുമ്പേ ചെക്കന്റെ ഫീസ് എത്ര ഉണ്ടാവും, എന്റെ വരുമാനത്തിനനുസരിച്ച് മോനെ പോറ്റണമെന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിരുന്ന ഇല്ല. അപ്പൊ കല്യാണത്തിന് ആഫ്റ്റർ മാരേജ് നമ്മുടെ ജീവിതത്തിൽ പ്രാരാബ്ദങ്ങൾ വരുമ്പോൾ വിയോജിപ്പുകൾ ഉണ്ടാവും. ശരിയാണോ? ആ വിയോജിപ്പുകൾ കാണിക്കേണ്ടത് മക്കളോടല്ല. നമ്മൾ അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിനനുസരിച്ച് നമ്മളെ വരുമാനത്തിനനുസരിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു മനസ്സ് ആദ്യം ഒരു സെറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ജപ്പാനിൽ ഇവിടെയൊന്നും പ്രശ്നങ്ങളില്ലാത്ത. ഇവിടെയാണ് പ്രശ്നങ്ങൾ. നമ്മുടെ അന്നോടുത്ത വീട്ടുകാരോട് മത്സരിക്കാനുള്ള ശ്രമം. ആ ശ്രമം നിങ്ങൾ ശ്രമിച്ചോളി. ഈശ്വര മുമ്പ് പറയുന്നു. അവിടെ ഞാനിപ്പോൾ ഭാര്യ എനിക്ക് എന്നെ ഇഷ്ടമല്ല, എനിക്ക് ഇനി ഇഷ്ടമല്ല, എനിക്ക് എന്നെ ഇഷ്ടമല്ല. പക്ഷെ മക്കളെ നമുക്ക് ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് ഈ കുട്ടികളെ മുമ്പിൽ നമ്മൾ റോൾ മോഡൽസ് ആണ്. മോനെ രണ്ടാമത് പ്രണയിക്കുന്നത് നമ്മളെ മക്കൾ കാണണം. എന്നാലേ ഐക്യാണ് കുടുംബത്തെ സ്നേഹിച്ചു. മനസ്സിലായില്ലേ? ഇപ്പൊ എന്റെ വീട്ടിലെ മാറ്റമുണ്ടല്ലോ. ഞാനും ഭാര്യ അഭിനയിക്കോ. ഞാൻ ഓഫീസിൽ വന്നപാടില്ല ഇവിടെ കണ്ണാ ചോറ് തിന്നോടാ, ഒരു ഉരുള അങ്ങോട്ട്, ഒരു ഉരുള ഇങ്ങോട്ട്, ഒരു ഉമ്മ അങ്ങോട്ട്, എല്ലാത്തിനെയും പിടിച്ചിട്ട് രണ്ടീ ഉമ്മ. അമ്മ ചോറ് തിന്നു, പശു പുല്ല് തിന്നു എന്നൊക്കെ ഈ കുട്ടികളെ മുമ്പിൽ നിന്ന് ചോദിച്ചപ്പോ 6 മാസം കൊണ്ട് എന്റെ മക്കൾക്ക് മാറ്റം വന്നു. ആ കുട്ടികൾ എന്റെ അമ്മ ഭക്ഷണം കഴിക്കുമ്പോൾ ചോദിക്കുന്നത് പശു പുല്ല് തിന്നു. കാരണം ഇങ്ങനെയൊക്കെയാണ് കുടുംബം ആരാ പറഞ്ഞു കൊടുത്തത്, കാണിച്ചു കൊടുത്തത്.
എന്റെ ഭാര്യയോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, പ്രശ്നം നല്ലത്. അപ്പോൾ പറയാം ഈ ഇതൊക്കെ നമ്മൾ അടി കൂടുക, നമ്മൾ ഐറ്റകൾ സ്കൂളിൽ പോയിട്ട് കൂടാലോ. ഐറ്റകളുടെ മുമ്പിലല്ലേ നമ്മളെ റോൾ മോഡൽസ് ആവേണ്ടത്, അല്ലാണ്ട് അവരുടെ മുമ്പിൽ ഒരു കാരണവശാലും മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്നത്. പ്രത്യേകിച്ച് എസ്പെഷ്യലി ഈ സ്കൂളിനെ കുറിച്ച്, സ്കൂളിലെ സിസ്റ്റത്തിനെ കുറിച്ച്, സ്കൂളിലെ ടീച്ചേഴ്സിനെ കുറിച്ച് കുട്ടികളെ മുമ്പിൽ ഒരു വർത്താനം പറയുന്നു. ടീച്ചറുടെ പക്ഷത്ത് നിൽക്കണം നിങ്ങൾ. കാരണം നമ്മുടെ മക്കൾ ശരിയായ വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തേക്ക് വരണമെങ്കിൽ നിങ്ങളും ടീച്ചറും സമൂഹവും തമ്മിൽ ഒരു അന്തർധാര ഉണ്ടാവണം. മനസ്സിലായില്ലേ? സംഭവം മനസ്സിലായ? അപ്പൊ ആരാ പ്രശ്നക്കാർ? ഇവിടുത്തെ കുട്ടികളാണോ പ്രശ്നക്കാർ? പേരൻസ് ആണോ പ്രശ്നക്കാർ? പറഞ്ഞോ? അപ്പൊ നിങ്ങളെ മക്കൾ തൂങ്ങിച്ചത്തിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം രക്ഷാകർത്താക്കൾക്കാണ്. നിങ്ങളെ മക്കൾ ഒളിച്ചോടി പോയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം എത്ര വയസ്സ് വരെ? 18 വയസ്സ് വരെ. പിന്നെ കുട്ടികളെ തുറന്നു വിട്ടേ, അതിപ്പോഴേ പറയണം. അടുക്കളപ്പണി മുഴുവൻ എടുപ്പിക്കണം ഈ കുട്ടികളെ കൊണ്ട്. എന്റെ വീട്ടില് കുട്ടികളെ ഒരു മക്കൾ പഠിക്കൂല എന്ന പ്രശ്നം ഉണ്ടാകും. വൈകുന്നേരം കമന്ററി പറയണ അങ്ങനെ പറയണ. എന്റെ ഭാര്യനെ കണ്ട എനിക്ക് നിങ്ങളെ അറിയില്ലല്ലോ, എന്റെ ഭാര്യ രാവിലെ ഇങ്ങനെയല്ല ഞാൻ ക്ലാസ് എടുക്കുന്നത്, എന്റെ വീട്ടിൽ പോയി ചിരിച്ചു മരിക്കും. ഇവളാണെങ്കിൽ രാവിലെ തൊട്ട് ഉരുക്കം തുടങ്ങും. എണീക്ക് ഇത് ഉരുള എന്നെ ഉരുള എങ്ങനെയല്ലോ എണീറ്റ് വന്ന് കുട്ടികൾ വലിയ മുമ്പ് ഓളെ മുഖം കാണണം. അതിനനുസരിച്ച് ഓളെ മുഖം ഒരു സ്കൂളിൽ നിന്ന് എന്തൊക്കെ പ്രൊജക്ട് തന്ന കുട്ടികളും അത് ചെയ്യില്ല. എന്റെ ഓളെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇവിടെ എല്ലാം ചെയ്യാം. എന്റെ കുട്ടികളെ ബുക്ക് കൊടുത്തിട്ട് വരുമ്പോൾ സ്കൂളിൽ ടീച്ചർ ഗുഡ് വെരി ഗുഡ് എന്ന് പറയുമ്പോൾ മൂളേന്റെ സുഹൃത അറിയാം. പിന്നെ എങ്ങനെ എന്റെ കുട്ടി നന്നാവുക? കുട്ടിയുടെ ബാഗിലേക്ക് പുസ്തകങ്ങൾ ഒപ്പിക്കാനെങ്കിലും ഇത് കഴിയണം. ഈ സ്കൂളിൽ കുട്ടികൾക്ക് ഏറ്റവും സന്തോഷം ഈ സ്കൂൾ ബസ്സില്ലാന്നാ പറഞ്ഞത്. അവിടെ ഈ കുട്ടികളെ ഈ സ്കൂളിലെ കുട്ടികൾക്ക് മാനസിക കരുത്തുണ്ടാവും. ഈ സ്കൂളിലേക്ക് ഒറ്റക്ക് വരുവാൻ സകല സ്കൂളുകൾക്കും സ്കൂൾ ബസ്സും ഓട്ടോറിക്ഷ ഉണ്ടാവുമെന്ന് ഉറപ്പിച്ചോ. കുട്ടികൾക്ക് ഈ സമൂഹത്തിലൂടെ നെഞ്ചിലിരിക്കാൻ നടക്കാനുള്ള ഒരു അവകാശമാണ് ഇത് നഷ്ടപ്പെടുത്തി കളയുന്നത്. ഈ മണ്ണിനെ അറിയാൻ, നാടിനെ അറിയാൻ മക്കളെ ഉള്ള അവസരം സ്കൂൾ ബസ്സിൽ നൽകും. ശരിയല്ലേ? എന്റെ മോനെ ഞാനൊരു വണ്ടിയിലൊക്കെ വിടുന്നെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല. എന്റെ മോൻ ഒറ്റയ്ക്ക് സ്കൂളിൽ നടന്നു പോയിട്ട് തിരിച്ചു വരുന്നത് കാണുമ്പോഴാണ് എനിക്കൊരു അച്ഛൻ എന്ന് പറയുന്ന വികാരം. കണ്ടോ, ആണെന്ന് കാര്യമായിട്ട് ഓട്ടത്തെ കാര്യമായിട്ട് സ്കൂൾ വിട്ടിട്ട് അതേപോലെ ഇവിടെ കൊണ്ടാക്കുന്ന എന്ത് ഒരു വിദ്യാഭ്യാസ എന്റെ ശരിയാണോ? ഇതിൽ എന്റെ മോൻ സ്കൂളിൽ പോകുന്ന ഗ്യാസിന്റെ കുറ്റിയിൽ ഓർമ്മ വരിക. ഗ്യാസിന്റെ കുറ്റി തീർന്നല്ലെങ്കിൽ ഉരുട്ടി ആ കൊള്ളുമ്പോ കൊണ്ടാക്കും. അപ്പോഴൊരു വണ്ടി വരും, എല്ലാം കൂടി ഉരുട്ടി കുറ്റി ലോറി കയറ്റും. വൈകുന്നേരമാകുമ്പോൾ അതേ കുറ്റി ആട്ടെന്നെ കൊണ്ടാക്കും. അപ്പം നമ്മളെല്ലാം കൂടി എടുത്തി കൊണ്ടേരും അല്ലേ? ഞാൻ നോക്കുമ്പോൾ എന്റെ ചക്കൻ അങ്ങനെ തന്നെ ഇവിടെ വേഗം എടുത്ത് വാട്ടർ ബോട്ടിലെല്ലാം എടുത്ത് ഉരുട്ടി ആ കൊള്ളുമ്പൊരാളെ കൊണ്ടാക്കും. അപ്പൊ ഒരു സ്കൂൾ ബസ് ടീച്ചറും കൊല്ലം കൂടി ഉരുട്ടി കയ്യിൽ കയറ്റും. വൈകുന്നേരമാകുമ്പോൾ ആ കുറ്റി ഉരുട്ടിയിട്ട് ആളെ കൊണ്ടുവരും. എന്നാൽ ആ കുറ്റി ഒറ്റയ്ക്ക് പോകാൻ പോലെ അതിന് നമ്മൾ പോയിട്ട് ഉരുട്ടിക്കൊണ്ടായിരുന്നു. അവിടെ വന്ന് സ്വന്തം വീട്ടിലേക്ക് വരാൻ പോലും ആർക്ക് കഴിയുന്നില്ല. എന്റെ മോന് കഴിയുന്നില്ല. പറയാൻ പറ്റാത്തതെന്ന് എങ്ങനെയാ? ഞാൻ ഒരു സിസ്റ്റത്തിനൊന്നും കുറ്റം പറയുന്നില്ല. എനിക്ക് എന്റെ മോൻ അങ്ങനെ വരുന്നില്ല എന്നുള്ള എന്റെ വാദം. അപ്പൊ ലഹരിയിലേക്ക് നിങ്ങളെ മക്കൾ പോകുന്നതിന് കാരണങ്ങൾ ഉറപ്പിച്ചോ? നിങ്ങളുടെ വീട്ടിൽ ലഹരി ഉണ്ടോ? യെസ് പറഞ്ഞോ. എന്നാൽ കേരളത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞാത്തതുകൊണ്ടാണ്. 2018 ലഹരിയുടെ വേണ്ടാത്ത ലഹരി വേണ്ടാത്ത ലഹരിയുടെ ഉപയോഗത്തിൽ കേരളത്തിന് 8ാം സ്ഥാനത്തായിരുന്നു. കേരളം നമ്മളെല്ലാം 8ാം സ്ഥാനത്തായിരുന്നു. കൊറോണയ്ക്ക് ശേഷം 2025 ഇന്നലെയും എന്റെയൊക്കെ പ്രവർത്തനത്തിന്റെ ഫലമായി ഇന്ത്യയിലെ മികച്ച ഇന്ത്യൻ സംസ്ഥാനമായ പഞ്ചാബിനെ തോൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു നമ്മളിന്ന് മുന്നിലേക്ക് വന്ന് ഇപ്പൊ ആരാണ് ഒന്നാം സ്ഥാനത്തേക്ക് വരുന്നത്? അഭിമാനിക്കാമോ? നിങ്ങൾക്ക് കേരളത്തിൽ അഭിമാനിക്കാമോ? ഇല്ല. എന്നാൽ രണ്ടാമത്തെ കാര്യം ഇപ്പൊ പറയുന്ന വർത്താനം അറിയാം. നിങ്ങളെ വീട്ടിൽ എന്റെ അച്ഛൻ കുടിക്കൂല, അച്ചാച്ചൻ കുടിക്കൂല, ആരും കുടിക്കൂല എന്നുള്ള വാദം കേരള ഗവൺമെന്റ് പറയുന്നത് അറിയോ? കേരളത്തിൽ വിറ്റ മദ്യത്തെ ഇവിടുത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ ഒരാൾ ഉപയോഗിച്ച മദ്യത്തിന്റെ അളവ് ഗവൺമെന്റ് പറയുന്നത് എന്നറിയോ? ജനസംഖ്യ എന്ന് പറഞ്ഞാൽ ഇപ്പം ജനിച്ച കുട്ടി മുതൽ ഇപ്പം മരിക്കാൻ പോകുന്ന കുട്ടി വരെ. അത് നോക്കുമ്പോ 4.7 ആരും കുടിക്കുന്നുണ്ട്. ആരും നന്നാക്കട്ടെ, കേരളം നന്നാക്കുന്നത് നോക്കുക വേണ്ട. നല്ല പഞ്ചായത്ത് മെമ്പേഴ്സ് ഉണ്ട്,
നിങ്ങൾ തൽക്കാലത്തേക്ക് ഈ നിമിഷം മുതൽ സുരക്ഷിതമാണെന്ന് ഉറപ്പിക്കേണ്ടത് നിങ്ങളുടെ വീടാണ്. നിങ്ങളുടെ വീട് സുരക്ഷിതമാണോ? ലഹരി വിമുക്ത വീടായി നിങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ പറ്റുമോ? എന്നാൽ ഞാനൊരു കാര്യം ചെയ്യട്ടെ, നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും കുടിക്കുവോ, സിഗരറ്റ് വലിക്കുവോ? ഒന്നെല്ലാവരും ആലോചിക്കും. വീട്ടിലേക്ക് പോയാ നിങ്ങൾ ആലോചിച്ച, നിങ്ങളെ ഇപ്പൊ ആരെങ്കിലും ആലോചിച്ചേ? കാരണൂറ് എക്സ്ട്രാ 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 8 കൊല്ലം മുമ്പ് ഒരു അതേ രീതിയിൽ പിന്നെ എങ്ങനെ കേരളം 1ാം സ്ഥാനത്തേക്ക് വന്നത്? 8 കൊല്ലം മുമ്പ് നിങ്ങൾ അച്ഛനും അച്ചാച്ചനും ഉപ്പാപ്പയെല്ലാം ജീവിക്കുന്ന രീതിയിൽ തന്നെ ഇപ്പോഴും ജീവിക്കുന്നു. പിന്നെ എങ്ങനെ കേരളം 1ാം സ്ഥാനത്തേക്ക് വന്നു? ഈ നാട് എങ്ങനെ ഹബ്ബായി മാറി? നിങ്ങൾ ആരും ചിന്തിച്ചോ? അതിൽ കേരള ഗവൺമെന്റിന്റെ 2ാമത്തെ കണക്ക്. അത് പറയാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും നിങ്ങൾ അറിയിക്കേണ്ട ഒരു വാർത്ത കേരള ഗവൺമെന്റിന്റെ 2ാമത്തെ വാർത്തയാണ്. കേരള ഗവൺമെന്റ് പറയുന്നു, കേരളത്തെ 1ാം സ്ഥാനത്തേക്ക് എത്തിച്ചത് ഇവിടുത്തെ വയസ്സന്മാരല്ല. കേരളം 1ാം സ്ഥാനത്തേക്ക് വരാൻ കാരണം കേരളത്തിൽ ലഹരി ഉപയോഗിക്കുന്ന മനുഷ്യജന്മത്തിന്റെ ഏറ്റവും ചെറിയ പ്രായം, ഇവിടെ ലഹരി വസ്തു ഉപയോഗിക്കുന്ന മനുഷ്യന്റെ ഏറ്റവും ചെറിയ പ്രായത്തെ കുറിച്ച് മേഡത്തിന് നിന്ന് ബോധമുണ്ടോ? നിങ്ങൾ ഏകദേശം കണക്കൂട്ടുന്ന എത്രയാ? എത്രയുള്ള ചങ്ങായ ഈ സാധനം ഉപയോഗിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നത്? ഏകദേശം ഒരു 16. സാർ നിങ്ങൾ എത്ര വിചാരിക്കുന്നത്? ഒരു 16. ഇനി എല്ലാം 16. അങ്ങനെയാണ് കേരളം. ഒരു കാര്യം ഉറപ്പിച്ചോ, കേരളത്തിൽ ലഹരി വസ്തു ഉപയോഗിക്കുന്ന മനുഷ്യന്റെ പ്രായം 12 വയസ്സാണ്. 2023 12 വയസ്സ് 8ാം ക്ലാസ്സിലെ കുട്ടി ഈ ലോകത്ത് ലഹരി വസ്തു ഉപയോഗിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ 8ാം ക്ലാസ്സിലെ കുട്ടി ഉണ്ടാവും. ആ കുട്ടി ലഹരി ഉപയോഗിക്കുന്നതിന് ആരെങ്കിലും ചർച്ച ചെയ്തോ? നിങ്ങൾ അന്വേഷിച്ചോ? നിങ്ങളുടെ കുട്ടിയെ കുറിച്ച് ഇതുവരെ ആരെങ്കിലും പറഞ്ഞോ? സൂചന തന്നോ? ഇല്ല. നിങ്ങളിതൊരു 8ാം ക്ലാസ്സിലെ കുട്ടി 6ാം ക്ലാസ്സിലെ കുട്ടി ലഹരി വസ്തു ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടോ? വടകര ടൗണിലുള്ള ഹൈസ്കൂളിലെ 8ാം ക്ലാസ്സിലെ കുട്ടികൾ 5 ബസ്സിലായി ഊട്ടിയിലേക്കാണ് കഴിഞ്ഞ മാസം ടൂർ പോയത്. ജനുവരിയിൽ ടൂർ പോയത്. പോലീസ് 5 ബസ് തടഞ്ഞു നിർത്തി. രക്ഷാകർത്താക്കളും അധ്യാപകരും പറഞ്ഞ പോലീസിന് വരാന്താണ്, എന്റെ മക്കള് ഊട്ടിയിൽ പോകുന്നതിന് പോലീസിനെന്താ ഈ വീട്ടിൽ കാര്യമെന്ന രീതിയിൽ സംസാരിച്ചപ്പോ പോലീസിനൊന്നും കേട്ടില്ല. പോലീസ് ആ ബസ് മുഴുവൻ നയിച്ച് പെറുക്കിയപ്പോ കണ്ട കാഴ്ച എന്നാണ് ഈ 8ാം ക്ലാസ്സിലെ കുട്ടി ഊട്ടിയിലേക്ക് ടൂർ പോകുമ്പോൾ ബസ്സിൽ നിന്ന് പോലീസിന് കിട്ടിയത് 40 ഫുൾ ബോട്ടിൽ മദ്യമായി. നിങ്ങൾ ഇങ്ങനെ വന്ന് ഇവിടെ കുഞ്ഞുങ്ങളാണെന്ന് കള്ളൊക്കെ കുടിച്ച് ഉഷാറായിട്ട് വീട്ടിലേക്ക് വരുന്നതെന്നുള്ള ബോധമാക്കുണ്ടാകണം. ഞാനേ പറഞ്ഞില്ലേ, 6ാം ക്ലാസ്സിലെ കുട്ടികളെ കയ്യിൽ നിന്ന് ബേഗും നിന്ന് കഞ്ചാവൂട്ടിയെ പണം വിശ്വസിച്ചോ? ഇല്ല. പക്ഷെ കേരളത്തിൽ 4 വയസ്സുകാരന്റെ വയറ്റിൽ നിന്നാണ് കഴിഞ്ഞ സെവന്റിയെ നമ്മൾ കണ്ടെടുത്തത്. അവിടെ എനിക്ക് എന്റെ മക്കളെ പേടിയാണ്, നിങ്ങളുടെ മക്കളെ പേടിയില്ല. അവിടെയാ വിഷയം. ഈ കേരളത്തിൽ ഒളിച്ചോട്ടം ഭീകരമായി നടന്നു. 1ാം ക്ലാസ്സിലെ ചെക്കനാ കഴിഞ്ഞ ഒളിച്ചോടിയത്. കൂട്ടി വെക്കുമ്പോ ഒരു പെണ്ണിനെ കൂട്ടിയിട്ട് 1ാം ക്ലാസ്സിലെ ചെക്കൻ വന്നത്, UKG-യിലെ പെണ്ണ്. അച്ഛനും അമ്മയും കസലേമെന്ന് ഉരുണ്ട് വീണ് പെണ്ണും ചെക്കൻ ഒരു കൂസലും കണ്ട് അകത്തേക്ക് പോയി. പെണ്ണ് വീട്ടുകാർ വന്ന് ജീപ്പിൽ കൂട്ടിക്കൊണ്ടുപോയതല്ലേ നിങ്ങളുണ്ടോ? അവിടെ എനിക്ക് എല്ലാം പോലെ പേടിയാണ്. അവിടെ കഴിഞ്ഞ ദിവസം എനിക്ക് നിങ്ങളെല്ലാം കാണുമ്പോയില്ലേ, ഞാൻ സൈബർ സെല്ലിൽ 9 കൊല്ലം ഒളിച്ചോട്ടം കണ്ട് മടുത്തിന്റെ കയ്യിലാണ് 3700 ഒളിച്ചോട്ടം കാണുന്നില്ല. എനിക്ക് നിങ്ങളെ കണ്ണിലെല്ലാം നോക്കുമ്പോയില്ലേ ഒളിച്ചോടം മുട്ടുന്ന കുറെ കണ്ണുണ്ട്. ഞാൻ പിന്നീട് പ്രിൻസിപ്പാളോട് പറയാം. അപ്പൊ ഈ അമ്മ എന്നോട് ചോദിക്കും, ഇങ്ങനെ എന്നെ നോക്കിയിട്ട് പറഞ്ഞിട്ട് ഞാൻ വേണ്ടി അമ്മ ഒളിച്ചോടും. അങ്ങനെ തോന്നിക്കില്ല അമ്മ എന്നോട് നോക്കുമ്പോ. എനിക്ക് നിങ്ങളിൽ വിശ്വാസമില്ല. കാരണം എന്റെ സ്റ്റേഷനിൽ കഴിഞ്ഞ ഒളിച്ചോടി അമ്മയുടെ പ്രായം 83. കൂട്ടിക്കൊണ്ടുപോയ കള്ളക്കാമുവിന്റെ വയസ്സ് 87. 6 മക്കളും 50-നും 60 വയസ്സിനിടയിൽ 6 മക്കൾക്ക് അമ്മ ഒളിച്ചോടി എന്ന് പറയാൻ പറ്റുന്നില്ല. ഇവരിങ്ങനെ സ്റ്റേഷനിൽ വന്നിട്ട് പോയി ആശി അവസാനം SI വന്ന് ഇരിക്കുന്നത്. SI ഇരുന്നപ്പോ വിളിച്ചു ചോദിച്ചു ആരാ പോയെന്ന് ചോദിച്ചപ്പോ ബേക്കിലുള്ളൊരു ഇളയ മോള് അമ്മേന്റെ ഫോട്ടോ എടുത്ത് കാണിച്ചത്. 83 വയസ്സുള്ള സുന്ദരിയായ കാമുകി. SI കസേലല്ലോ. അപ്പൊ ഇയാളാൾക്ക് പേടിച്ച് SIനെ കാണുന്നില്ല. SI പോയി. ഞാളെല്ലാം ഓടി വന്നു. SI ഇടി പോയില്ല. കട്ടിന്റെ ഈ കസേരന്റെ ബേഗിൽ കിടന്നിട്ട് പോലീസിനെന്താ പ്രശ്നം? ഈ നാട്ടിൽ നടക്കുന്ന ഏത് സംഗതിയും വീട്ടിലേക്ക് വരുമെന്നുള്ള പേടി. SIന്റെ അമ്മക്ക് 79 വയസ്സായിരുന്നു. 83 പോയി എന്ന് പറയുമ്പോ SIക്ക് പേടിയായി. 79 പോകും. നാളെ കിടന്നിട്ട് SI വിളിച്ചു നോക്കുക
അമ്മയെ ഇങ്ങനാണ് ഉണ്ടാ പശു പുല്ല് തിന്നിയാണ് രണ്ടെണ്ണം എന്താക്കുന്ന വീട്ടിലെല്ലാവരും ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം എസ് ഐ കസായിൽ വന്നിരുന്നുള്ളൂ. നിങ്ങൾക്കില്ലേ അപ്പുറത്തെ ചങ്ങാതി ഒളിച്ചോടി എന്ന് പറയുമ്പോ, അപ്പുറത്തെ ചങ്ങാതി കണ്ണു പിടിച്ച് ആടി വരുന്നെന്ന് പറയുമ്പോ ഉള്ളിൽ സന്തോഷമാണ്. അതാ വിഷയം. ആ സന്തോഷം നിങ്ങളുടെ വീട്ടിലേക്ക് സന്തോഷത്തോടെ എപ്പോഴാ ആടി വരുന്നതെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചോ? ആ പ്രതീക്ഷ ഇല്ലായ്മയാണ് നാളെ നശിക്കുന്നതിന് കാരണം. മനസ്സിലായില്ലേ? എന്തായാലും നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ച് നിങ്ങൾ ഞാനെല്ലാം കൂടി ആടി പിടിച്ചിട്ട് രാത്രി 10:45 നമ്മൾക്ക് കാമുകിനി പിടിച്ച് വരുന്നതറിയോ? നിങ്ങളെ നാട്ടിൽ നിന്ന് ചോറ് പായ്ക്ക് പോയ അങ്ങനെയുള്ള ഒരു അമ്പലം അല്ലോടെ എവിടെയാ? പക്ഷെ നോക്കി വെച്ചോട്ടോ എല്ലാം പറഞ്ഞപ്പോ ടപ്പ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് നിങ്ങളെ ഇപ്പം വീണ്ടും പേടിയായി. രാത്രി 10:55 വന്നു നോക്കുമ്പോ കാമുകിയും മമ്പയർ തേങ്ങയും തിന്നുവാണ്. ആടുന്ന പിടിച്ചു കൂട്ടിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് എനിക്ക് പേടിയാണ്. ആ പേടി ഇവർക്കില്ല. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ വിളിച്ചോടുന്ന സംസ്ഥാനം. ഏറ്റവും കൂടുതൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന സംസ്ഥാനം കേരളമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് മുതൽ നിങ്ങളുടെ മക്കൾ അതെന്താ പ്രശ്നം അറിയോ? രണ്ടാമതൊരു പ്രശ്നം കൂടിയുണ്ട്. നിങ്ങളുടെ മക്കൾ അങ്ങനെ ഓടിപ്പോകുന്നു പറയാൻ വിശ്വസിക്കുവോ? ഇല്ല. എന്നാൽ ഒരു കാര്യം സിമ്പിളാക്കി എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് അങ്ങനെ ആർക്കും വിശ്വാസം ഉണ്ടാവില്ല. എന്റെ ഭാര്യ ഒളിച്ചോടുന്നു എനിക്ക് വിശ്വാസമാണ്. ഓടും എനിക്ക് പേടിയില്ല. കാരണം ഞാൻ ദിവസവും കാണുന്നത് അങ്ങനെയാണ്. 60 വയസ്സ് 83 ഓടിക്കുന്ന എന്റെ ഭാര്യ സ്റ്റേഷനിൽ ഒളിച്ചോടെ രണ്ടാമത്തെ കാറ്റഗറി 35 to 38 ഓട്ടോടാണ്. എന്റെ ഭാര്യക്ക് 39. ഞാൻ കഴിഞ്ഞ സമയത്ത് ഭാര്യ ഇനി ഒളിച്ചോടും. ഓള് പറഞ്ഞത് ആയിക്കില്ല. ഞാൻ സ്ഥിതി നടന്നിട്ട് ഓള് പറഞ്ഞു ഫേസ്ബുക്ക് പറയുന്നതോലും 40 വയസ്സിലെ പ്രണയം പൂക്കുക. എനിക്ക് പൂക്കണി 1 കൊല്ലം കൂടിയുണ്ട്. സ്വാഭാവികമായിട്ടും എന്റെ ഭാര്യയെ പേടിയാണ്. ഓൾ ഓടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സകല തന്ത്രങ്ങളും ഞാൻ എടുത്ത് വായിച്ചണ്ടേ. അപ്പൊ നിങ്ങൾ പറയാം എന്റെ കുട്ടി ഒളിച്ചോടില്ല, എന്റെ കുട്ടിക്ക് പീഡനം ഉണ്ടാവില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ നിങ്ങളുടെ മക്കളുടെ സാഹചര്യം കൂടി നിങ്ങൾ പഠിക്കണം. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ച സാഹചര്യമല്ല ഈ സ്കൂളിലെ സാഹചര്യം. ശരിയാണോ തെറ്റാണോ? നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ച പോലെയല്ല. ഞാനും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാനും ആഴ്ചയും ബിന്ദു എല്ലാം ഒന്നിച്ചാണ് സ്കൂളിൽ പോയത്. എനക്ക് ബിന്ദു ആഴ്ചക്ക് ഒന്നും പറ്റിയില്ല. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നതും ഗർഭിണിയാകുന്നതും ഒന്നും ഒരു അത്ഭുതമല്ലാതെ മാറുന്നതിന് കാരണം കുട്ടിയുടെ മനസ്സും ശരീരവും അറിയാത്ത രക്ഷാകർത്താക്കളും പാരന്റ്സും കൊണ്ടാണ്. നമ്മൾ 10ാം ക്ലാസ് പഠിക്കും ഞാനൊരു ആൺകുട്ടിയും ആയിഷ മറ്റൊരു പെൺകുട്ടിയായിരുന്നു. ഒന്നും സംഭവിക്കാത്ത അതുകൊണ്ടാണ്. പക്ഷെ ഇന്ന് ഈ സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയല്ല. 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും എത്തുമ്പോഴേക്ക് കേരളത്തിലെ ബഹുഭൂരിഭാഗം പെൺകുട്ടികളും ഗർഭിണിയാവാൻ പ്രാപ്തിയുള്ള അമ്മയാവാൻ പ്രാപ്തിയുള്ള ഒരു പരിപൂർണമായ സ്ത്രീയായി മാറുന്നുണ്ട്. ശരിയാണോ തെറ്റാണോ? ആ കുട്ടിയുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ചിന്തകൾ നിങ്ങൾ പഠിച്ചോ? ആ കുട്ടിയുടെ ശരീരത്തിൽ ഒന്ന് തോണ്ടിയാൽ, ഒന്ന് തലോടിയാൽ, ഒന്ന് കെട്ടിപ്പിടിച്ചാൽ ആ കുട്ടിക്ക് തലോടലില്ലാതെ, കെട്ടിപ്പിടുത്തമില്ലാതെ, ഉമ്മയില്ലാതെ അത് ലഹരിയായി മാറും. വീണ്ടും വേണമെന്ന് തോന്നും. പഠനം സെക്കൻഡറി ആവും. അന്തംവിട്ട ബുദ്ധി, ഉടുക്കട്ട ധൈര്യം. അതുകൊണ്ട് ഈ 6ാം ക്ലാസ്സിലെ കുട്ടിയോട് നിങ്ങൾ സെക്സ് ചർച്ച ചെയ്യും. ഞാൻ കഴിഞ്ഞ ദിവസം 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളെ രക്ഷാകർത്താക്കൾക്ക് വേണ്ടി ക്ലാസ്സിൽ പോയതുകൊണ്ടെന്നറിയോ? ആ സ്കൂളിലെ കുട്ടികൾ പരസ്പരം സെക്സ് ബിക്സുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുത്തത്. 4ാം ക്ലാസ്സിലെ കുട്ടി. അപ്പൊ നിങ്ങളെ ചിന്തയല്ല ആ കുട്ടിയുടെ ചിന്ത. നിങ്ങളെക്കാൾ അവസരങ്ങൾ, നിങ്ങളെക്കാൾ നല്ല രീതിയിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഒരു കുട്ടിക്ക് ഈ മൊബൈൽ ഫോണിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇത്തരം വികൃത ചിത്രങ്ങളും വിവിധ സിനിമകളും കാണാനാണ്. അറിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മക്കളെ നിയന്ത്രിക്കണം. ജപ്പാനിൽ ഈ പ്രശ്നമില്ല കേട്ടോ. ജപ്പാനിൽ 3ാം ക്ലാസ്സിൽ അംഗനവാടിയിലേക്ക് പോകുന്ന കുട്ടീനെ ടീച്ചർ പഠിപ്പിക്കൽ എന്താണെന്നറിയോ? ആ കുട്ടിയുടെ കവളത്തിനാണ് തൊടും ടീച്ചർ. അപ്പൊ കുട്ടി പറയും തൊട്ടോ. പിന്നീട് ടീച്ചർ ആ കുട്ടിയുടെ ചുണ്ടിലേക്ക് തൊടുമ്പോ ആൺ ടീച്ചറായാലും പെൺ ടീച്ചറായാലും ഏതാണായാലും പെണ്ണായാലും അവരുടെ ചുണ്ടിലേക്ക് തൊടുമ്പോ ആ കുട്ടി കൈ തട്ടി മാറ്റാൻ പഠിപ്പിക്കുന്നുണ്ട്. ജപ്പാനിലെ 3ാം ക്ലാസ്സുകാരിയുടെ ചുണ്ടിലേക്ക് നിങ്ങൾക്ക് തൊടാൻ പറ്റില്ല. അപ്പോഴേക്കും കുട്ടി എന്ത് ചെയ്യും? കൈ തട്ടി മാറ്റാൻ പഠിക്കുന്നുണ്ട്. അവിടെ നെഞ്ചിന് നേരെ കൈവരുമ്പോ തട്ടി മാറ്റാൻ പഠിപ്പിക്കുന്നുണ്ട്. ബട്ടക്സിന് നേരെ കൈവരുമ്പോ തട്ടി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. നാഭിക്ക് നേരെ കൈവരുമ്പോ തട്ടി മാറ്റാൻ പഠിപ്പിക്കുന്നുണ്ട്. തൊട്ടയിലെ ശീലം. അതുകൊണ്ട് തന്നെ ജപ്പാനിലെ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നില്ല. ഇവിടെ ഇത്രയും പോയതാ മറ്റും പറയാൻ നിങ്ങൾക്ക് തിരിഞ്ഞോ?
എന്റെ നാട്ടിലെ 46 വയസ്സ് വരെ ബസ്സിൽ ഒരു പെൺകുട്ടിയുടെ പോക്കറ്റ് അടിച്ചു പോയി. പെൺകുട്ടിക്ക് അഞ്ഞോണ്ട് പെൺകുട്ടിയല്ല, അമ്മയാണ്. നമ്മൾ ഇരിക്കുന്ന ഒരു അമ്മയുടെ ചെല്ലമ്മ നിങ്ങൾ എവിടെയാ പോക്കറ്റ് അടിക്കാൻ നിങ്ങൾ പേഴ്സണിൽ വെച്ചെന്ന് വെച്ചപ്പോ ബ്ലൗസിന്റെ ഇവിടെ ഞാൻ നിങ്ങൾ ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് അത് എടുക്കുമ്പോ മനസ്സിലായില്ല എന്ന് വെച്ചപ്പോ ആ അമ്മ പറഞ്ഞ മറുപടി എനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല. എന്നാൽ ഞാൻ പറയാം, അതിനാന്ന് ഞാൻ അറിയില്ലേ. പിന്നെ എങ്ങനെ നമ്മൾ മക്കൾ നന്നാവുക? അപ്പൊ എനിക്ക് പോലീസ് സ്റ്റേഷനിൽ കാണുന്ന ഒരു സംഗതി നല്ലതായിട്ട് തോന്നിയിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ വരുന്നതെല്ലാം ദുരിതങ്ങളായിരിക്കും, നാശങ്ങളായിരിക്കും. അപ്പൊ എനിക്ക് ആളെ കാണുന്ന അമ്മമാർക്കെല്ലാം പ്രശ്നങ്ങളാണ്. അമ്മമാരെ നമ്മൾ കാണാൻ വരുന്ന കുട്ടികളെല്ലാം പ്രശ്നക്കാരാണ്. ആ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ഇന്നു മുതൽ നമുക്ക് മക്കളെ കുറിച്ച് ജാഗ്രത വേണം. ഒരു കാര്യം കൂടി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് അറിയാം, ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ശരിയാണ്, തെറ്റാണ്? ആൺകുട്ടിയുടെ മനസ്സും പെൺകുട്ടിയുടെ മനസ്സും ഒരേപോലെ അല്ല. ആണിന്റെ മനസ്സ് പോലെ അല്ല പെണ്ണിന്റെ മനസ്സ്, പെണ്ണിന്റെ മനസ്സ് പോലെ അല്ല ആണിന്റെ മനസ്സ്. നമുക്കത് മനസ്സിലായിക്കോ ഇല്ലയോ? നിങ്ങളുടെ മനസ്സ് എല്ലാ മനസ്സും ഒരേപോലെ അമ്മ അങ്ങനെയാണോ? ആൺകുട്ടിയുടെ മനസ്സെന്താണെന്നറിയോ? ഒരു പെൺകുട്ടിയുടെ കണ്ടാലില്ല, ഒരു പെൺകുട്ടിയെ കണ്ടാൽ, ഒരു പെൺകുട്ടിയെ ഓർമ്മിച്ചാൽ, പെൺകുട്ടിയുടെ ചിത്രം കണ്ടാൽ ആൺകുട്ടിക്ക് സെക്സ് വരും. നിനക്ക് നിങ്ങളെ കണ്ടാൽ, നിങ്ങൾ ഓർമ്മിച്ചാൽ നമുക്ക് സെക്സ് വരും. പക്ഷെ ഇങ്ങക്കില്ലേ, എന്നെ ഓർമ്മിച്ചാൽ, എന്നെ കണ്ടാൽ, എന്റെ ഫോട്ടോ കണ്ടാലും ഒന്നും ഉണരില്ല. ശരിയാണോ തെറ്റാണോ? ശരിയാണോ? ശരിയാണോ? രണ്ടാമത്തെ വിഷയം എന്താണെന്നറിയോ? അത് ഞാൻ ഒറ്റ ഉദാഹരണം പറയും. ഇവിടെ ഒരു 85 വയസ്സിലൊരു അമ്മൂമ്മ ഒരു ഉടുതുണിയില്ലാത്ത കാര്യം വന്നാല് ഞാൻ എത്ര മാന്യനാണെങ്കിൽ എന്റെ കണ്ണം നിന്ന് തുടക്കും. എന്നാൽ 85 വയസ്സിൽ ഒരു ആണ്, ഒരു പുരുഷൻ ഇവിടെ നഗ്നമായിട്ട് വന്നതില്ലേ എന്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രസവിച്ച അമ്മമാർ പറയുന്ന അർത്ഥം അറിയോ? ഇതേടുന്നപ്പ ഇയാൾ വന്നത് ആരും കണ്ടിട്ടില്ലേ ഭർത്താവിനെന്ന് ചോദിക്കും. ശരിയാണോ? അതുകൊണ്ട് പെൺകുട്ടികളെ നടത്തുമ്പോ അവളുടെ ശരീരത്തിൽ കഴുകൻ കണ്ണിനെ പോലെ എന്നെ പോലെ ഉള്ള ആളുകളുടെ കണ്ണുകൾ പരന്നുണ്ടെന്നുള്ള ബോധമാക്കുണ്ടാവേണ്ടത് ആദ്യം ഉണ്ടാവേണ്ടതാക്കാം പേരൻസാണ്. ആദ്യം ബോധ്യപ്പെടുത്തി കുട്ടി ഏത് വസ്ത്രവും ധരിക്കട്ടെ, ഏത് തരത്തിലും നടക്കട്ടെ. അതാണ് എന്റെ ഭാഗം. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? മക്കളെ നിയന്ത്രിക്കണം. ഒരു പോയിന്റ് കൂടി പറഞ്ഞ് ക്ലാസ് വൈകിട്ട് ചെയ്യണം. കേരളം സുരക്ഷിതമല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. 4.7 ലിറ്റർ ഇപ്പൊ നിങ്ങൾ കുടിക്കുന്നില്ല എന്ന് പറയുന്നത് 9.4 ലിറ്റർ നിങ്ങൾ കുടിക്കണം. എങ്ങനെയാ കേരളത്തിന്റെ കണക്ക്? 8ാം ക്ലാസ് 4ാം ക്ലാസ് കുടിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇനി വേണ്ട, ഇതിന്റെ നാളെ ഒരു പാർക്കുണ്ടല്ലോ, ആ പാർക്കിന്റെ ഉള്ളിലൊന്നും ചെന്ന് നോക്കുന്നത്. ഇവിടെ ഒരു പുഴയിൽ പാർക്കില്ലേ? ആരും പോയിരുന്നോ? പോയില്ല. അടക്കം കാണാൻ പറ്റുന്ന സംഗതിയാണ് നമ്മൾ സ്കൂൾ കുട്ടികൾ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ പറയാം, എന്റെ കുട്ടി അങ്ങനെയല്ല, അവൻ നഷ്ടപ്പെട്ട കുട്ടിയാണ്. എനിക്ക് ഇങ്ങോട്ട് ഒരു പോയിന്റ് കൂടി പറയാനുള്ളത്, മനുഷ്യന്മാർക്ക് മുഴുവൻ ഒരേ സ്വഭാവമല്ല. ശരിയാണോ? പക്ഷെ മാഷക്ക് ഒരേ സ്വഭാവമാണ് എല്ലാം, അല്ല ടീച്ചർക്ക് ഒരേ സ്വഭാവമാണ് എല്ലാം. എല്ലാവരും പഠിച്ചു വെച്ചോ, ലോകത്തെല്ലാവർക്കും 2 സ്വഭാവമുണ്ട്. സാർ നിങ്ങൾക്ക് വാട്സപ്പ് ഉണ്ടോ സാർ? എങ്കിൽ നിങ്ങൾക്ക് 3 സ്വഭാവമുണ്ട്. ലോകത്തെല്ലാം ഇത് മനസ്സിലാക്കിയാണ് വെച്ചോ. എന്റെ രംഗീഷ് എന്ന് പറയുന്ന എന്റെ വീട്ടിലെ സ്വഭാവമല്ല എന്റെ നാട്ടിലെ സ്വഭാവം. എന്റെ നാട്ടിലെ സ്വഭാവമല്ല എന്റെ പോലീസ് സ്റ്റേഷന്റെ സ്വഭാവം. ഈ 3 സ്വഭാവമല്ല എന്റെ വാട്സപ്പിലെ സ്വഭാവം. ശരിയാണ്, തെറ്റാണ്? എന്റെ വാട്സപ്പിൽ നിങ്ങളൊരു ഹായ് ആയിട്ട് പോയുള്ള ആറാട്ടായിരിക്കും ഞാൻ. അപ്പൊ എന്റെ സ്വഭാവത്തിൽ 3 മാറ്റം. ശരിയാണോ? ഞാൻ 11 കൊല്ലമായി ഞാൻ ക്ലാസ് എടുക്കുന്ന എല്ലാ പേരൻസിനോട് പറയുന്നത്, നിങ്ങളെ മക്കളെ നിങ്ങൾ വിശ്വസിക്കരുത്. എത്ര വയസ്സ് വരെ? 18 വയസ്സ്. ആ കുട്ടിക്ക് 2 സ്വഭാവമുണ്ട്. നിങ്ങളെ വീട്ടിൽ കാണുന്ന സ്വഭാവമല്ല നിങ്ങളെ സ്കൂളിൽ കാണുന്ന കുട്ടിയുടെ സ്വഭാവം. ഈ 2 സ്വഭാവമല്ല നാട്ടിൽ കൊടുക്കുന്ന നിങ്ങളുടെ കുട്ടിയുടെ സ്വഭാവം. ഈ 3 സ്വഭാവമല്ല വാട്സപ്പിലും ഫേസ്ബുക്കിലും കാണുന്ന സ്വഭാവം. ശരിയാണോ തെറ്റാണോ? പക്ഷെ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്റെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളെ ഒരിക്കൽ പോലും സംശയം തോന്നിയിട്ടില്ല. ഞാൻ നിങ്ങളോടെല്ലാം പറയുന്നില്ല 2 സ്വഭാവമുണ്ട്. പക്ഷെ എന്റെ മകനെ ഒന്നായിട്ടാണ് തോന്നിയത്. പക്ഷെ അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ ഡിസംബറാണ്. അങ്ങനെയല്ല. എന്റെ മോളൊരു പ്രത്യേകത, അവളോട് ഒരു പണിയും എടുക്കാൻ പറയണ്ട. അവള് 6:30 കുളിച്ച് വന്ന് അവൾ കൃത്യമായി പുസ്തകത്തിൽ വായിക്കും. ആ വായിക്കുന്ന സമയത്ത് ചായ വെച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ അവൾ ഓടിപ്പോയി ചായ വെച്ചെടുക്കും. റേഷൻ പണിയെ പൊടുന്ന സൈക്കിൾ എടുത്ത് റേഷൻ പണി, ഉച്ച അടിച്ചു വരും പറഞ്ഞാൽ ഉച്ച അടിച്ചു വരും. ചോറ് എടുത്ത് വാക്ക് എന്ന് പറഞ്ഞാൽ ആ കുട്ടി വാക്കും. നല്ല കുട്ടിയാണോ ചീത്ത കുട്ടിയാണോ? ഒരു 75% 80% മാർക്കും ആ കുട്ടിക്ക്. അതുകൊണ്ട് നമ്മൾ ആ കുട്ടിയെ ശ്രദ്ധിക്കാറേ ഇല്ല. കാരണം നല്ല കുട്ടിയാണല്ലോ, നിങ്ങളെ നല്ല കുട്ടിയല്ലേ? ഞാൻ വിചാരിച്ചു നല്ല കുട്ടിയാണ്.
പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്നറിയോ, വീട്ടിൽ നിന്ന് കാണാന്നൊരു അക്ഷരം മിണ്ടൂല. ഞാൻ നേരത്തെ കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ നിന്ന് മിണ്ടുന്നില്ലല്ലോ. അങ്ങനെ ഞാനും ടൂറിനെല്ലാം പോകുമ്പോൾ ഇവിടെ മിണ്ടുന്ന ഞാൻ വിചാരിച്ചു. അപ്പൊ ഞാനും മക്കളും ഭാര്യയിലെ ടൂറിന് പോകുമ്പോൾ കാറിന്റെ മുമ്പിൽ ഇരുത്തിയിട്ട് യാത്ര പോകുമ്പോൾ മരക്കുറ്റി പോലെ തന്നെ ഇങ്ങനെ ഇരിക്കുക. ഞാൻ എന്റെ ഭാര്യയോടെ ചെല്ല ഭാര്യ ഇവിടെ മിണ്ടൂലേ, ഈ കുട്ടികൾ ടൂറിന് പോകുമ്പോൾ മിണ്ടിക്കൂടെ എന്നിട്ട് എന്റെ ഭാര്യ പറഞ്ഞു കാരണം അതേ സ്വഭാവം. എന്നിട്ട് കാരണവരൊക്കെ കാരണം ഇങ്ങനെയാണെന്നാ പറയാനുള്ള കേട്ടെ, ഇങ്ങനെ മിണ്ടോന്നില്ലാണ്ട് കസലമിൽ ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് നന്നായിരിക്കും, കാരണം ഒരു വിജ്ഞാനം ഉണ്ടായല്ലോ. അങ്ങനെ ഞാൻ വളരെ സന്തോഷമില്ല ഇപ്പൊ എന്റെ മോളെ പറയുമ്പോൾ. പക്ഷെ കഴിഞ്ഞ ഡിസംബറിലാണ് എനിക്ക് എന്റെ മോളെ തനിക്കണം മനസ്സിലായത്. ആ സ്കൂളിൽ ഇതേപോലെ ഒരു പാരന്റ്സ് മീറ്റിങ്ങിന് ഞാനും ഭാര്യയും പോയി. ഞാൻ പറഞ്ഞല്ലോ ഭർത്താവും മോളെന്നാണല്ലോ എന്റെ ഭാഗം. അപ്പൊ ഞാൻ പോട്ടെ, ഞാനും പോയി. ടീച്ചർ അങ്ങനെ ഒരു മീറ്റിങ്ങിൽ കുറെ സംസാരിച്ചതിന് ശേഷം പറഞ്ഞു പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ അങ്ങ് വരണം. ഞാനും ഭാര്യയും തട്ടക്കം പോയി. ടീച്ചർ ഒരു കസേര കാണിച്ചു പറഞ്ഞു ഇരിക്കൂ. അവന് ഭാര്യ ഇരിഞ്ഞിരുന്നോ? അങ്ങനെ ഭാര്യ ഇരുന്നു. ഞാൻ നോക്കുമ്പോ അന്നേരം ഞാൻ ഓർമ്മ കാണണം, നല്ലൊരു പെണ്ണ് കേട്ടോ, കസേര ഇങ്ങനെ ഇരിക്കുക. ടീച്ചർ നോക്കുമ്പോൾ അതിലും നല്ലൊരു ടീച്ചർ. അങ്ങനെ വരും നമ്മൾ സംസാരിച്ചോണ്ടിരിക്കും. ഞാൻ എന്തൊക്കെ സംസാരിക്കണല്ലോ ടീച്ചറോട് വേണ്ടേ. ഞാൻ ടീച്ചറോട് വെറുതെ ചോദിച്ചു, ടീച്ചറെ എന്റെ മോള് ക്ലാസ് റൂമിൽ എങ്ങനെയാണ് പെരുമാറുന്നത്? വെറുതെ ചോദിക്കട്ടെ, എനിക്ക് സംശയമൊന്നുമില്ലല്ലോ, അഹങ്കാരമല്ല. എനിക്ക് മാർക്കുണ്ട്, അടുക്കള പണിയെടുക്കും, എന്ത് പണിയെടുക്കും, ഭർത്താവ് തീരെ അറിയില്ല, തങ്കപ്പെട്ട കുട്ടിയല്ലേ. ടീച്ചർ എല്ലാം ചിരി ചിരി ഇങ്ങനെ പേടിയുള്ള സാധനം. എനിക്ക് ചിരി പേടിയാണ്. ഞാൻ ഇപ്പൊ ക്ലാസ് കഴിഞ്ഞ് എന്റെ വീട്ടിൽ പോകുമ്പോ എന്റെ ഭാര്യ ഒരു ചിരിയോട് കൂടി ഒരു ചായ കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു ആപത്തുണ്ട്. എന്തോ ഒരു 2000 കേസിന് ആ ഒരു ചായ അടുത്ത് ചിരിയുണ്ടാവും. ഒന്നിൽ ഓളാണ് ഏതോ കല്യാണം, ഇതിലൂടെ ചെരുപ്പ് കുട്ടീന് ഇല്ല സാരി കേടി ഒരു ഓട്ട വീടിന് ഇങ്ങനെ എന്തോ ഒരു ശരിയാണോ ശരിക്കൂടല്ലോ തന്നെയാണ്. മക്കൾ ചിരിക്കുമ്പോഴേ ഒരു ആപത്തുണ്ട്. സ്കൂളിൽ നിന്ന് എന്തോ ഒരു 1000 കേസ്, ഒന്നുകിൽ ടൂറ്, ചെരുപ്പ് പൊട്ടി, അല്ലെ വേറെന്തോ പറഞ്ഞിട്ടുണ്ട്. അവിടെ എനിക്ക് ചിരിനെ പേടിയാണ്. ടീച്ചർ പറഞ്ഞപ്പോൾ എനിക്ക് പേടി. ഞാൻ ടീച്ചറെ എന്തോ ഒരു ആപത്തുണ്ടല്ലോ ചിരി എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു, ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളെ മോളെ കൊണ്ട് ക്ലാസ് റൂമിൽ ഒരു രക്ഷയില്ല. ഞാൻ ചെന്ത് പറ്റി ടീച്ചറെ? ഷീസ് ടോക്കറ്റീവ്, വായാടിയാണ്, കണക്കനം ചെയ്ത് മറ്റോരെല്ലാം തെറ്റിക്കുക. എനിക്കില്ലേ സങ്കടോ കരച്ചലോ, കാരണം 11 കൊല്ലം ഞാൻ എല്ലാവരും പറയുന്നു എനക്കും 2 സ്വഭാവമുണ്ട്. ഇത് കേട്ടതെന്റെ ഭാര്യ കസേല കൊണ്ട് ചാട്ടി എഴുതിയിട്ടില്ലേ, ടീച്ചറോട് കൊമ്പ് ടീച്ചർ. ഞാൻ നോക്കുമ്പോ എന്റെ ഭാര്യക്ക് 2 സ്വഭാവമുണ്ട്. അതുവരെ ഇരുന്നോളല്ല മോളെ കൊണ്ട് കുറ്റം പറഞ്ഞപ്പോഴുള്ള ഭാര്യ. ഞാൻ നോക്കുമ്പോൾ ടീച്ചർക്കുണ്ട് 2 സ്വഭാവം. അതുവരെ ശാന്തത്തോടു കൂടി അയക്കുന്ന ടീച്ചറെ നേരെ കൊണ്ട് വന്നപ്പോ അതിലും വലിയ നാമം. പിന്നെ 2ാം നാമൂൽ ഞാൻ കയറി. ഞാൻ ടീച്ചർ അങ്ങനെയല്ല, ക്ലാസ് റൂമിൽ CCTV ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു. ടീച്ചർ പറഞ്ഞു ക്ലാസ് റൂമിലില്ല, പാസേജ് CCTV ഉണ്ട്. അങ്ങനെ ഞാനും ഭാര്യയും ടീച്ചറും കൂടി CCTV റൂമിലേക്ക് പോകുമ്പോ വിലടിയല്ലേ എന്താ ഉപ്പാപ്പ കാണേണ്ടേലും നിങ്ങൾ വന്നിനോ അങ്ങനെ ഇങ്ങനെ മോളെ വാനോളം പുകഴ്ത്തുകയാണ്. വർത്തനം പറയില്ലെന്ന് ആര് പറയുന്നത്, ആര് പറയുന്നത്. പക്ഷെ CCTV ഇവിടെ പാസേജിലൂടെ നടന്നു പോകുന്നത് കണ്ടപ്പില്ലേ എന്റെ ഭാര്യയുടെ നാം പറഞ്ഞു, എന്റെ വീട്ടിൽ കാണുന്ന മോളെ എല്ലാവരും ഇങ്ങനെ ഓരോന്നിനോട് എനിക്ക് തോന്നുന്നു പല്ലി ഇരപിടിക്കുന്ന പോലെ ഓരോന്നിനോട് ഇത്ര വലിയ നാളുകൾ ബോധ്യപ്പിടിക്കും. പിന്നീട് എന്റെ ഭാര്യ കമാന്നൊരക്ഷരം, ഞാൻ പിന്നെ പണ്ടേ താളർന്നല്ലോ, ആ ചിരിയിലെ ഞാൻ നടന്നില്ല. നിങ്ങളുടെ മക്കളെല്ലാം എങ്ങനെയുണ്ട്? അതുകൊണ്ട് എനിക്കിപ്പം പേടി. എന്റെ മക്കളെ കുറിച്ച് പുറത്തുനിന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പേടിയാ. കാരണം എന്റെ വീട്ടിലെ സ്വഭാവമായിരിക്കില്ല. പറഞ്ഞോ? അപ്പൊ നിങ്ങളുടെ മക്കളുടെ സ്വഭാവം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് മുതൽ ചെയ്യേണ്ട ഒരു കാര്യം എന്നറിയോ? നിങ്ങളുടെ മക്കളുടെ സ്വഭാവം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ മക്കളുടെ കൂട്ടുകാരാരാണെന്ന് പരിശോധിക്കണം. നിങ്ങളുടെ മക്കള് സ്കൂൾ വിട്ടു പോകുമ്പോൾ 4 ബബിൾഗം തിന്ന കൂട്ടുകാരുടെ കൂടെയാണ് വീട്ടിലേക്ക് വരുന്നതെങ്കിൽ 6ാമത്തെ ദിവസം നിങ്ങളുടെ മക്കൾ ബബിൾഗം തിന്നിരിക്കും. പുസ്തകം വായിക്കുന്ന 4 കൂടെ സംഭവിക്കില്ല. പുസ്തകം വായിക്കുന്ന 4 കൂടെ ആ മക്കൾ നടക്കുന്നെങ്കിൽ 6ാമത്തെ ദിവസം നിങ്ങളുടെ മക്കളുടെ കക്ഷത്തിൽ ഒരു പുസ്തകം ഉണ്ടാവും. ഫുട്ബോൾ കളിക്കുന്ന കൂട്ടുകാരന്റെ കൂടിയാണ് നടക്കുന്നതെങ്കിൽ നിങ്ങളുടെ മക്കൾ 7ാമത്തെ ദിവസം TV-യിൽ ഫുട്ബോൾ കളി കാണും. ശരിയാണോ തെറ്റാണോ?
പ്രണയിക്കുന്ന രണ്ടെണ്ണത്തിന്റെ കൂടിയാലോ മക്കൾ നടക്കുന്നതെങ്കിൽ 41ാമത്തെ സൈറ്റുകളെ നോക്കണ്ട. ഒരു ഫോൺ ഉണ്ടാവും, അമ്മ ഞാൻ സുരക്ഷിതമായ കൈകളിലാണ് ഉള്ളത്. സിഗരറ്റ് വലിക്കുന്ന രണ്ടെണ്ണത്തിന്റെ കൂടെ നടക്കുന്നതെങ്കിൽ 14ാമത്തെ ദിവസം ആണിക്കൊണ്ട് വീഴ്ചയാണ് പോകും. അപ്പൊ നിങ്ങൾ ഓടിപ്പോയിട്ട് പറഞ്ഞു വീഴലില്ല, ആദ്യമായിട്ടാണ് സൂര്യ വീണത്. ഇവിടെ സൂര്യ വീണതാണ്, കഞ്ചാവ് അടിച്ചുള്ള മക്കൾ വീഴില്ലല്ലോ. പക്ഷെ 11കാരൻ 4 വയസ്സുകാരനും ഈ ലോകത്തേക്ക് പോകുന്നുണ്ട് എന്നുള്ള ബോധം ആരുടെ മനസ്സിലാണ് ഉണ്ടാവേണ്ടത്? അതിനെന്ത് ചെയ്യും? നിങ്ങളുടെ മക്കളൊന്നും നല്ല കുട്ടികളാണോ? അതിനൊരൊറ്റ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നും ചെയ്യണം. നിങ്ങളെ ഭർത്താവിനൊക്കെ വിശ്വാസമുണ്ടോ ടീച്ചറെ? എന്താ അതോടും ചാടൊന്നുമില്ല, ഉറപ്പാണോ സാറേ? നിങ്ങളുടെ അഭിപ്രായം സാർ? ഭാര്യ ഒരു പ്രശ്നവുമില്ലാത്ത ഭാര്യയാണ്, ഉറപ്പിക്കാൻ പറ്റുമോ? ഇന്നും ഉറപ്പിച്ചുകൊണ്ടിരിക്കണം. നിങ്ങളെ മക്കളെയും നിങ്ങളുടെ ഭർത്താവിനെയും വീട്ടുകാരൊക്കെ മാന്യന്മാരാണെന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ ഒരൊറ്റ തന്ത്രം മാത്രമേ ഉള്ളൂ, മനുഷ്യനാണ്. നിങ്ങൾ മനുഷ്യന്മാരാണോ? ഞാൻ പറഞ്ഞു ഇടയ്ക്ക് നിങ്ങളെ കണ്ടിട്ട് മനുഷ്യനെ പോലെ തോന്നുന്നേയില്ല. ഇതൊക്കെല്ലാം എന്തോ തകരാറുണ്ട്. മനുഷ്യനാണെന്ന് ഉറപ്പിക്കണമെങ്കിൽ ഈ എക്സസൈസ് നിങ്ങൾ വിജയിക്കണം. എല്ലാ മനുഷ്യന്മാർക്കും നട്ടലുണ്ടാവും. നമുക്കുണ്ടാവും. ഒന്നല്ലാതെ നട്ടല് നിർത്തിയിരിക്കും കണ്ടാ പറയേണ്ട നട്ടല് വൃത്തിയായിട്ട് അർത്ഥം എന്താ? അതുവരെ എങ്ങനെയാണ് ചെയ്യുന്നത്? എല്ലാവരും നട്ടലൊന്നും കൂടി വൃത്തിയിരിക്കും. ഈ ഒരു എക്സസൈസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെട്ടു. എല്ലാവരും എന്റെ കണ്ണിലേക്ക് ഒന്ന് നോക്കും. വെരി ഗുഡ്. ഒന്ന് പൊട്ടിച്ചിരിക്കും. മൂത്ത വരാൻ കാട്ടുന്നത് കാരണം എന്താ അറിയോ? മനുഷ്യന് മാത്രമേ കണ്ണിലേക്ക് നോക്കി ചിരിക്കാൻ പറ്റൂ. വേറെ ഒരു ജീവിക്കും കണ്ണിലേക്ക് നോക്കി ചിരിക്കാൻ കഴിയില്ല. നിങ്ങൾ മനുഷ്യന്മാരാണെന്നെങ്കിലും ഉറപ്പിക്കുക, കണ്ണിലേക്ക് നോക്കി ചിരിക്കട്ടെ. നിങ്ങളെ ഭർത്താവ് നിങ്ങൾക്ക് വിശ്വസ്തനാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോകണം. വീട്ടിലൊന്നുമില്ലല്ലോ, നേരെ വീട്ടിൽ പോയി ഭർത്താവിന്റെ കണ്ണിലേക്ക് ഒരൊറ്റ നോട്ടം. ഭർത്താവ് തിരിച്ച് നിങ്ങളുടെ കണ്ണിലേക്ക് നോട്ടം മടക്കി തരുന്നുണ്ടെങ്കിൽ അതാണ് തങ്കു ഭർത്താവ്. ആ തങ്കു ഓടുവോ ചാടോ കുടിക്കുമെന്നല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്? തങ്കുവിന്റെ കണ്ണിലേക്ക് നോക്കി ഒരു ചിരി. തങ്കു തങ്കു നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കി ചിരി മടക്കി തരുന്നുണ്ടെങ്കിൽ തങ്കുവിനെ കെട്ടിപ്പിടിച്ചിട്ട് 5-6 ഉമ്മ കൊടുക്കും. അത് സാറേ വീട്ടിൽ പോണം, കണ്ണിലേക്ക് ഒരു നോട്ടം. ഭാര്യ തിരിച്ച് കണ്ണിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ തങ്കി ഭാര്യ ആ തങ്കിയോട് ചിരിക്കുമ്പോ തങ്കി നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കി ചിരിക്കുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥം. അതേപോലെ ഈ സ്കൂളിൽ 1ാം ക്ലാസ് മുതൽ പഠിച്ചു വരുന്ന കുട്ടികൾ സ്കൂളിൽ വരുമ്പോ ആ കുട്ടിയുടെ ബാഗ് പരിശോധിക്കണം, നിർബന്ധമായി പരിശോധിക്കണം. ആ ബാഗ് പരിശോധിച്ചതിന് ശേഷം കുട്ടിയെ നെഞ്ചോട് ചേർത്തേക്ക് പിടിക്കണം. മക്കൾ നെഞ്ചോട് ചേർന്നാണ് നിൽക്കട്ടെ. 2 മിനിറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കാം. ആ നിന്ന കുട്ടിയുടെ കണ്ണിലേക്ക് നോക്കി ചിരിക്കുക, സംസാരിക്കുക. മക്കൾ നിങ്ങളുടെ നെഞ്ചോട് ചേർന്ന് നിന്ന് ചിരിക്കുന്നുണ്ടെങ്കിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ കെട്ടിപ്പിടിച്ച് ഒരു 5-6 ഉമ്മ മനസ്സിലായിക്കോ. ആ കുട്ടി ബബിൾകൾ നിന്നിട്ടാ വരുന്നതെങ്കിൽ മണം പിടിക്കാൻ അങ്ങോട്ടല്ല കോട്ടപ്പന്റെ അത്തറിന്റെ മണം കുട്ടിയുടെ മുഖത്തിന്റെയും ഈ ഉമ്മയിലൂടെ പിടിക്കണം. അങ്ങനെ പിടിച്ചത് കൊണ്ട് മാത്രം മയക്കത്ത് പുറകിലെത്തിയ ഒരു മനുഷ്യനാണ് ഞാൻ. എന്റെ പഠിക്കുമ്പോൾ മോശമാണല്ലോ ഞാൻ, പക്ഷെ നീന്തൽ ഉഷാറാണ്. ഞാൻ എന്റെ വീടിന്റെ അപ്പുറത്തുള്ള മുഹമ്മദ് എപ്പോഴും 7ാം ക്ലാസ് പഠിക്കുമ്പോ അരക്ക് ദോഷം കെട്ടിയിട്ടാ പോവാ. ആ കുളത്തുനിന്ന് കുളിക്കും. ആ കുളത്തുനിന്ന് കുളിക്കുമ്പോൾ ആദ്യ ദിവസം വേഗം ഒന്ന് പഠിച്ചിട്ട് പോകും. കാരണം അറിയോ, അച്ഛൻ പിടിച്ചാൽ എങ്ങനെയാന്ന് മനസ്സിലാക്കില്ല. 1ാമത്തെ ദിവസം അച്ഛൻ പിടിച്ചില്ല. 2ാമത്തെ ദിവസം കുറച്ചേരം കൂടി പിടിച്ചില്ല. 3ാമത്തെ ദിവസം കുളിയോട് കുളി, 4ാമത്തെ ദിവസം നീന്തിക്കുളി, 5ാമത്തെ ദിവസം കുടച്ചുകുളി, 6ാമത്തെ ദിവസം നീന്തിക്കുളി, 8ാമത്തെ ദിവസം നീന്തിയിട്ട് 2ാമത് ഒരു കൂസലില്ലാതെ എന്റെ വീട്ടിലേക്ക് കയറുമ്പോൾ അച്ഛൻ ഇങ്ങനെ ഉറച്ചല് കിട്ടി നിൽക്കുന്നു. ഞാൻ മുഹമ്മദ് പറഞ്ഞ അമ്മയോടുള്ള അടിയാണ്, നമ്മളോടൊന്നും ഇല്ലെങ്കിലും. ഞാനന്ന് കയറി അച്ഛൻ ഇറയിൽ നിന്ന് ഒരു വടിയെടുത്ത് എന്നൊരു 5-6 അടിയാണ് അടിച്ചു. ഞാൻ അച്ഛനായിട്ട് ശത്രുതയാണല്ലോ, ഞാൻ അന്തപ്പെട്ട ബുദ്ധിയാണല്ലോ, ഒടുക്കത്തെ ധൈര്യമാണല്ലോ. ഈ അടിയിലിട്ട് ഞാൻ നേരിട്ട് നിന്നിട്ട് ചോദിച്ചു, കുഞ്ഞുങ്ങൾ അപ്പോട്ട് അടിക്കുക അവര് എന്തിനാണ് എന്നെ അടിച്ചതെന്ന് ഞാൻ ആവേശത്തോട് ചോദിച്ചു. പക്ഷെ പറഞ്ഞു, ഞാൻ പുറത്ത് പോയി കുളിച്ചിനോടോ. ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ ഇങ്ങോട്ട് കണ്ടില്ല, കാണാത്തവരെ പിടിച്ച് അടിക്കുക. അച്ഛൻ 2 അടി കൂടി അടിച്ചു പറഞ്ഞു, ഞാൻ കണ്ണുകൊണ്ട് കാണണമെന്നില്ല. എന്റെ കൂട്ടുകാരൻ അന്നും
നീ കുളത്തിൽ കുളിച്ചിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എനക്ക് അന്തൂരിയാണ് വിശ്വാസം. രണ്ടടിയും അതിലെ കുഞ്ഞുപോയി. കുഞ്ഞിനെ നോക്കുമ്പോ അപ്പുറം നിന്ന് മുഹമ്മദിന് കിട്ടുന്നുണ്ട് നല്ലോണം. അപ്പൊ എനിക്കൊരു കുളിർമയുണ്ടായി, ഒരു വിഷയമില്ല. രണ്ടുപേരും ഇങ്ങനെ അടികിട്ടിയപ്പോ എനിക്ക് അതൊന്നും നല്ല ശരിയായിരുന്നു. ഞാനിപ്പോ പറഞ്ഞു തന്നെയാണ് നിങ്ങളോട് പറയാനുള്ളത്. എന്റെ അമ്മ എഴുതുന്നു അടുക്കളയിൽ നിന്ന് ഒരു ഒറ്റപ്പാട് കേട്ടിട്ട് മുറ്റത്ത് വന്ന് നോക്കുമ്പോ എന്നെ അടിക്കുന്നത് അമ്മ കണ്ടത്. അമ്മ എന്തിനാ അടിച്ചതൊന്നും അറിയില്ല. അമ്മ ഉടനെ അച്ഛനോട്, അച്ഛൻ്റെ ഇടയിൽ കയറിക്കോട്, നിങ്ങളെ ദേഷ്യം തീർക്കാനുള്ളതാണ് എന്റെ മോൻ എന്റെ ഗർഭപാത്രത്തിൽ 10 മാസം നീന്തി കുളിച്ച ചെക്കനാണ് ഇവൻ, ഇവനാണ് ഇവൻ എന്നൊക്കെ അമ്മ എന്നെ കെട്ടിപ്പിടിച്ച്. ഈ കെട്ടിപ്പിടുത്തത്തിൽ എനിക്ക് എന്റെ അമ്മയെ കുറിച്ച് തോന്നിയ നോക്കരുത്. ഞാൻ നീന്തൽക്കുളത്തിൽ കുളിച്ചിട്ട് അമ്മക്ക് ഇപ്പോൾ തിരിഞ്ഞില്ല. അമ്മ ഇപ്പോൾ ഞാൻ ഗർഭപാത്രത്തിൽ നിന്ന് കുളിക്കുന്നതായിട്ട് അമ്മക്ക് തോന്നിയത്. ഞാൻ എന്റെ അമ്മേന്റെ മുഖത്ത് നോക്കിയിട്ട് വിചാരിച്ചു, വെറും പൊട്ടത്തിയാണ്. ഞാൻ ഇത്ര ദിവസം കുളിച്ചിട്ടും അത് മനസ്സിലാക്കാൻ എന്റെ അമ്മക്ക് കഴിഞ്ഞില്ലല്ലോ. പക്ഷെ ഞാൻ അന്തപ്പെട്ടതായിട്ട് എന്റെ ശത്രുവായി കരുതിയ അച്ഛനുണ്ടല്ലോ, ഞാൻ കുളിക്കുന്നത് മനസ്സിലാക്കി എന്നെ ശാസിച്ചിട്ടുണ്ടെങ്കിൽ സന്നായി ഒരു വിദ്യയാണെന്ന് തോന്നൽ എനിക്കുണ്ടായിരുന്നു. അവിടെ തുടങ്ങി എനിക്ക് എന്റെ അമ്മയോടുള്ള ആ വിശ്വാസം. പക്ഷെ അച്ഛനോട് എനിക്ക് ഇപ്പോഴാണ് എനിക്ക് എല്ലാ കാര്യവും മനസ്സിലാക്കുന്നത്. ആരായാലും ശരി അമ്മ അന്നേരം പറയുന്നത് ഗർഭപാത്രത്തിൽ നിങ്ങളറിയില്ല, നിങ്ങളെ മക്കൾ ആരെങ്കിലും ചെയ്യും ഗർഭപാത്രത്തിൽ. എന്റെ മോൻ അങ്ങനെയല്ല, എന്റെ വീട്ടിലെ എന്ന് പറയാറില്ല. അവിടെ നശിച്ചു പോയി. അമ്മക്ക് മനസ്സിലാണ് കുട്ടികളെ പോയിട്ടുണ്ടെന്ന്. അവൻ ഹോട്ടലിൽ പോയിട്ട് വരുന്നതിന് അമ്മ പിടിക്കണം. അതിനെ ഞാൻ പറഞ്ഞത് കെട്ടിപ്പിടിക്കണം, ഉമ്മ കൊടുക്കണം, സംസാരിക്കണം. അച്ഛനും അമ്മയും മക്കളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. നേരെയില്ലാതൊന്നും പറയരുത്. അങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ കുട്ടികളോട് ഉണ്ടാവില്ല. മനുഷ്യൻ സാമൂഹ്യ ജീവിക്കാൻ അറിയാലോ. നിങ്ങളെ മക്കൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവുമ്പോൾ നിങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ടോ? പോട്ടെ, നിങ്ങളെ മക്കളെ കണ്ണിലേക്ക് നോക്കി നിങ്ങൾ ഇതുവരെ തിരിച്ചിട്ടുണ്ടോ? സംസാരിച്ചിട്ടുണ്ടോ? പോലീസിന്റെ കയ്യിലുള്ള ഏകായുധം അതില്ല കേട്ടോ. ലോകത്തെ ഏത് ക്രിമിനൽസിനെയും മുമ്പിലിരുത്തി അവന്റെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായെന്നറിയോ? ലോകത്തെ 7 കൊടും കൂടനും ഒരു കൊലപാതകിക്കും ഒരു മികച്ച കള്ളനും കണ്ണിലേക്ക് നോക്കി കള്ളെന്ന് പറയാൻ കഴിയില്ല. കള്ളൻ അപ്പടി നല്ലതാക്കി കണ്ടു. ഈ സ്വർണ്ണം കട്ടിലോ? ഇല്ല 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 എന്ന് പറയണം. കട്ടിച്ചില്ലടോ എന്ന് ചോദിക്കുന്നില്ല. കള്ളന്റെ കണ്ണ് ഒരു പടക്കലാണ്. ആ പടക്കലാണ് കേരള പോലീസിന്റെ ആയുധം. അതേപോലെ നിങ്ങളെ മക്കൾ തെറ്റ് ചെയ്യുമ്പോ കണ്ണിലുള്ള പടക്കൽ മനസ്സിലായി. അതിന് കണ്ണിലേക്ക് നോക്കണം. എന്നാ ചോദിക്കട്ടെ, നിങ്ങളുടെ മക്കളുടെ കണ്ണിലേക്ക് ഏറ്റവും കൂടുതൽ സമയം നോക്കി നിൽക്കുന്നത് നിങ്ങളാണോ വേറെ ആരെങ്കിലും ആണോ? പറയുന്നില്ല. നിങ്ങളാ നോക്കിക്കുന്നത്? വേഗം പറ, ആരാണ്? നിങ്ങളുടെ മക്കളുടെ കണ്ണിലേക്ക് ഏറ്റവും കൂടുതൽ സമയം നോക്കി നിൽക്കുന്നത് ആരാ? 10 മണി മുതൽ 4 മണി വരെ ഇവിടുത്തെ സ്കൂളിൽ ഇങ്ങനെ മുറിച്ചു നോക്കുന്ന ആളുടെ പേര് ടീച്ചർ എന്നാണ്. നിങ്ങളുടെ മക്കളുടെ സ്വഭാവ വൈകൃതങ്ങളും പഠന വൈകൃതങ്ങളും എല്ലാ ദൂഷ്യവശങ്ങളും മനസ്സിലാക്കാൻ നിങ്ങളെക്കാൾ കഴിയുന്ന ആളിന്റെ പേര് BEd 2 കൊല്ലം പഠിച്ച് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ മനഃശാസ്ത്രം പഠിച്ച് ടീച്ചറാ അമ്മയായിട്ട് വരുന്ന ഒരു ടീച്ചർ നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ ഇരിക്കുമ്പോ ആ ടീച്ചർ നിങ്ങളെ കണ്ണിലേക്ക് നോക്കുമ്പോ കുട്ടി ഏത് രീതിയിലാണ് സഞ്ചരിക്കുന്നത് മനസ്സിലാവില്ലേ? ആ ടീച്ചർ പറയുമ്പോൾ ടീച്ചറെ വിശ്വസിച്ച നിങ്ങൾ പറയുന്നത് അറിയോ? ഞാൻ പറയുമ്പോ പിന്നീട് ടീച്ചറുകളെ കുറിച്ച് എന്തെങ്കിലും പറയുമോ? നിങ്ങളെ മക്കളെ കുറിച്ച് പറയുമോ? പറയണമെങ്കിൽ ടീച്ചർക്ക് സപ്പോർട്ട് കൊടുക്കണം. സമൂഹത്തിന് പേടി വേണം. മനസ്സിലായല്ലോ? ടീച്ചറെ പേടി ഉണ്ടാവണമെങ്കിൽ പാരന്റ്സ് ടീച്ചറെ പേടിക്കുന്നത് പോലെ അഭിനയിക്കണം. ടീച്ചറും നിങ്ങളും തമ്മിൽ നല്ല ബന്ധമുണ്ടാവണം. മനസ്സിലായില്ലേ? അതുപോലെ നിങ്ങൾ മക്കളെ അമിതമായി ഒരിക്കലും വിശ്വസിക്കരുത്. മക്കള് നമ്മളെ പറ്റിക്കുമെന്നുള്ള ബോധമാണ്. നിങ്ങൾ അതുകൊണ്ട് ഇന്ന് മുതൽ മക്കളെ ശക്തമായി നിരീക്ഷിക്കണം. നമ്മൾ ഈ ലഹരി വിരുദ്ധ പോരാട്ടമായതുകൊണ്ട് ഞാൻ കള്ളിനെ കുറിച്ചും കഞ്ചാവിനെ കുറിച്ചും ഒന്നും പറയുന്നില്ല. കള്ള് കുടിച്ചാൽ മണക്കും, സിഗരറ്റ് വലിച്ചാൽ മണക്കും, അല്ലേ? ബബിൾഗം തിന്നാൽ മണക്കുമല്ലോ, അത് നിങ്ങൾക്ക് പിടിക്കാൻ പറ്റണം. പക്ഷെ പുതിയ ലഹരി, നേരത്തെ നമ്മളെ പ്രസിഡന്റ് പറഞ്ഞ സാധനം ഈ നാട്ടിലുണ്ട് എന്നാണ് പറഞ്ഞത്. MDMA അല്ലെങ്കിൽ സ്റ്റാമ്പ് പോലുള്ള കൃത്രിമമായി ഉണ്ടാക്കുന്ന രാസലഹരികൾ ഈ നാട്ടിലുണ്ട് പോലും. കള്ളുകുടിച്ച ഞാൻ പറഞ്ഞല്ലോ, ഓപ്പാവും വെള്ളത്തോടെ ഉണ്ടാക്കിയാണ് കടന്നു. പക്ഷെ ഇത് ഉപയോഗിച്ചാൽ മനുഷ്യ ജന്മങ്ങൾ ഉറങ്ങില്ല. പോലീസിന് രാത്രി ഈ നാട്ടിൽ ജോലി ചെയ്യാൻ പേടിയാണെന്ന് അങ്ങനെ വിശ്വസിക്കുമല്ലോ. ഒരു മനുഷ്യനെ കാണുമ്പോൾ ഒരു ലഹരി ഉപയോഗിച്ചവനാണോ ഒരു പെരാനാണോ ഒന്നും അറിയില്ല.
അവന്റെ പെരുമാറ്റത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അങ്ങനെ ഈ രാജ്യത്തിൽ കേരളത്തിന് ഇങ്ങനെ രാസലഹരിയുടെ മാതൃക കാട്ടി തന്ന രണ്ട് മനുഷ്യന്മാരുണ്ട്. ഒന്ന് ഒരുത്തന്റെ പേര് തിരുവനന്തപുരത്ത് വെഞ്ഞാറമ്മൂട് ജീവിച്ച വീട്ടിൽ നിന്ന് 5 മനുഷ്യന്മാരെ തലക്ക് ഹാമർ കൊണ്ട് അടിച്ചു കൊന്ന മനുഷ്യന്റെ പേര് അഫ്വാൻ എന്നാണ്. സ്വന്തം ഉമ്മയെ ആദ്യം ഹാമർ കൊണ്ട് അടിച്ച വീട്ടിൽ ഭാഗ്യത്തിനൊന്നും മരിച്ചില്ല. ഒന്നും അങ്ങനെ സിനിമയിൽ കാണു വീഴുന്ന പോലെ വീണുപോയി, ബോധം കിട്ടുപോയി. അഫാൻ ആദ്യം അടിച്ചു കൊല്ലാൻ ശ്രമിച്ചത് അവന്റെ ഉമ്മേനെയാണ്. പിന്നീട് 9ാം ക്ലാസ്സിൽ അവന്റെ കൂടപ്പിറപ്പിനെയാണ് അടിച്ചത്. കുഴിമന്തി വാങ്ങാൻ പറഞ്ഞു വെച്ചിട്ട് കുഴിമന്തി വന്നപ്പോ തിന്നാൻ പോലും സമ്മതിക്കാതെ തലക്കടിച്ചു കൊന്ന 23 വയസ്സുകാരന്റെ പേര് അഫാൻ എന്നാണ്. ഓനെല്ലപ്പോഴും പൈസ കൊടുത്ത് ഓനെ വളർത്തിയ, ഓന്റെ കടകളെല്ലാം വീട്ടിയ വല്യുപ്പേനെയാണ് 3ാമത് വന്നത്. പിന്നെ വല്യുപ്പേനെയാണ് വന്നത്. പിന്നീട് അവന്റെ കൂടെ അവൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് പണം കൊടുത്ത് അവൻ വിളിക്കുന്ന റൂമിലേക്ക് വന്ന് അവന്റെ സന്തത സഹചാരിയായി നടന്ന കാമുകയെയും അവൻ വീട്ടിലേക്ക് വന്ന് തലക്കടിച്ചു കൊണ്ടുവന്നു. ആ ഉമ്മയെ തലക്കടിച്ചു കൊന്നത് അഫ്വാനാണെന്ന് ലോകത്തിന് മുഴുവൻ അറിയായിരുന്നു. പക്ഷെ ആശുപത്രിയിൽ കിടക്കുന്ന ആ അമ്മയോട് ചോദിച്ചു, ആരാണ് അമ്മ നിങ്ങൾ അടിച്ചു കൊല്ലാൻ ശ്രമിച്ചതെന്ന് ചോദിച്ചപ്പോ ആ അമ്മ നിങ്ങളുടെ ടീമായിരുന്നു. ആ അമ്മ എന്താ പറഞ്ഞത്? എന്നെയോ? ആരടിച്ചേ? ഞാൻ പിന്നെ അങ്ങനെ അമ്മകളെ തലക്കിങ്ങനെ കുഴിവന്നിട്ട് അമ്മ പറഞ്ഞു, കട്ടുമെന്ന് വീണതല്ലേ പോലീസ് റോക്കറ്റാട്ടാണോ കട്ടുമെന്ന്? കട്ടുമെന്ന് വീഴുന്നതല്ലേ, ഇത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വീണ പോലെ കഴിഞ്ഞപ്പോ അപ്പോഴാണ് അമ്മയ്ക്ക് ചാനലും പത്രവും കണ്ടപ്പോ ലോകം മനസ്സിലായത്. അവിടെയാ ഒരു അമ്മയ്ക്കും ഈ 5 അഫ്വാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞാലോ 7ആളെ കൊല്ലുവല്ലോ വിചാരിച്ചത്. സമയമായതുകൊണ്ട് 5ആളെ കൊന്നിക്കൊള്ളുന്നു. ഈ അഫ്വാൻ നിങ്ങൾക്ക് മാതൃകയാണ്. ഇങ്ങനെ പൊന്നുപോലെ പോറ്റിക്കൊണ്ടുവന്ന അഫ്വാൻ അവന്റെ ഉമ്മയെ തലകടിച്ചു കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ, 9ാം ക്ലാസ്സിലെ ചെക്കനെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ, നിങ്ങളുടെ മക്കളും നാളെ നിങ്ങളെ കുട്ടികൂടായിരിക്കില്ല. അതാണ് പുതിയ രാസലഹരിയുടെ പ്രത്യേകത. സുബൈദയുടെ മോൻ സുബൈദയെ 29 വെട്ടുവെട്ടി കൊന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊല്ലാൻ പറ്റിയ സാധനത്തിന്റെ പേരാണ് ഡിജിറ്റൽ ലഹരി. ആര്യ എന്ന് പറയുന്ന 4 വയസ്സുകാരി പെൺകുട്ടിയെ അച്ഛൻ കൊല്ലക്കാലയിൽ പോയി മഴുവുണ്ടാക്കി കൊണ്ടുവന്ന് തലച്ചോറ് പൂക്കുല ചിതറിക്കുന്നത് പോലെ ചിതറിച്ച് കൊല്ലാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ കൊല്ലാൻ കൊടുത്ത ശക്തിയുടെ പേരാണ് രാസലഹരി. ആ കച്ചവടക്കാരന്റെ ലോഡ്ജ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് മാർബിൾ പൊടിക്കുന്ന മെഷീൻ വാടകം എടുത്തു കൊണ്ടുവന്നു 18 വയസ്സുകാരി ആ മനുഷ്യനെ ഇഞ്ചിഞ്ചായി മുറിച്ച് സഞ്ചിയിലാക്കി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാറിൽ നിന്ന് തള്ളിയിട്ടുണ്ട് എങ്കിൽ, അങ്ങനെ മനുഷ്യന് തള്ളാൻ കൊടുത്ത അല്ലെങ്കിൽ ചാടുവാൻ കൊടുത്ത അറക്കുവാൻ കൊടുത്ത ധൈര്യത്തിന്റെ പേരാണ് രാസലഹരി. മനസ്സിലായില്ലേ? 9ാം ക്ലാസ്സിലെ കുട്ടി 9ാം ക്ലാസ്സിലെ കുട്ടി കോഴിക്കോട് 17ാമത്തെ തട്ടിൽ നിന്ന് 76 വയസ്സിന്റെ സ്വന്തം അമ്മമ്മ കിടപ്പുരോഗിയായ പ്രമൂത്രവിസർജനം കട്ടിലിൽ നടത്തുന്ന ഇളകുവാൻ കഴിയാത്ത അമ്മയെ ബലാത്സംഗം ചെയ്ത് നശിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, 8ാം ക്ലാസ്സുകാരനെ അങ്ങനെ നശിപ്പിക്കാൻ കിട്ടിയ ശക്തിയുടെ പേര് രാസലഹരിയാണ്. അങ്ങനെ ഒരു സംഭവം ഈ നാട്ടിൽ ഉണ്ടാവില്ല. എനിക്കിങ്ങോട്ട് പറയാനുള്ളത്, ഇന്നു മുതൽ ഈ സാധനങ്ങൾ വീട്ടിലുണ്ടോ നോക്കണം. വളരെ സിമ്പിൾ ആണെന്ന് മനസ്സിലാക്കാൻ. ഇത് 2 പഞ്ചസാര തരി പോലെ ഉണ്ടാവും, കർപ്പൂരപ്പൊടി പോലെ ഉണ്ടാവും, ഇതൊരു കൽക്കണ്ടപ്പൊടി പോലെ ഉണ്ടാവും. നിങ്ങള് അങ്ങനെ ഉണ്ടാവും. നിങ്ങളെ വീട്ടിൽ അങ്ങനെ കണ്ടിട്ടുണ്ടോ? ആ കൽക്കണ്ടപ്പൊടിയെ ഈ നിങ്ങളെ കൊല്ലാനുള്ള രാസലഹരിയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇത് തുറന്നു വെച്ചാൽ അലിഞ്ഞു പോകും, മറ്റേത് തുറന്നു വെച്ചാൽ അലിഞ്ഞു പോവില്ല. അതുകൊണ്ട് ലേസിന്റെ പാക്കറ്റ് പോലെ, ഷാമ്പു സാഷ പോലെ ഈ ഏറ് കിടക്കാത്ത ബാഗിനുള്ളിലാണ് ഈ സാധനം ഉണ്ടാവുക, വെള്ളപ്പൊടി ഉണ്ടാവുക. 1 ഗ്രാമിന് 2000 മുതൽ 5000 രൂപ വിലയുണ്ട്. കേരളത്തിലെ അമ്മമാർ പോലീസുകാരോട് ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? എന്റെ മോൻ ഇത് വാങ്ങാൻ എവിടെന്നാ പോലീസ് 2000 മുതൽ 5000 രൂപ വരെ വില? ഇത് കേരളത്തിലെ മക്കൾക്ക് ഇവിടുത്തെ ലഹരി മാഫിയ വെറുതെ കൊടുക്കുന്നതാണെന്ന് പറഞ്ഞു വെച്ചാൽ മാത്രം മതി. നിങ്ങളുടെ മക്കൾ അതിൽ വീണ് പോകരുത്. ഐസ്ക്രീമിലൂടെ, മുട്ടായിയിലൂടെ, വെള്ളത്തിലൂടെ, ഭക്ഷണത്തിലൂടെ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കടന്നാൽ മതി. നിങ്ങളുടെ മക്കള് മനുഷ്യ കുട്ടിയല്ലാതായി 48ാമത്തെ വയസ്സിൽ മാറും. അതുകൊണ്ട് ഇന്നു മുതൽ സൂക്ഷിക്കണം. ഈ സാധനം ഉപയോഗിച്ച 2 ലക്ഷണം മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഒന്ന്, നിങ്ങളുടെ മക്കൾ 48 മണിക്കൂർ ഉറങ്ങില്ല. എന്താ ഇതിന്റെ ലക്ഷണം പറ? 48 മണിക്കൂർ ഉറങ്ങില്ല. രണ്ടാമത്തെ പ്രത്യേകത, ഇത് ഉപയോഗിക്കുന്ന കുട്ടിയുടെ കയ്യിൽ എപ്പോഴും വെള്ളമുണ്ടാവും. ഇതിന് 4-5 ലക്ഷണമുണ്ട്. പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾ വിദഗ്ധന്മാരെ കൊണ്ട് സംസാരിപ്പിക്കണം.
നിങ്ങളുടെ മക്കൾക്ക് ചുണ്ട് ഇങ്ങനെ ഡ്രൈ ആയി മാറുന്നുണ്ട്. ചുണ്ട് ശ്രദ്ധിക്കുക, ചുണ്ട് ഡ്രൈ ആവും ഉപയോഗിച്ച. ഉള്ളിലേക്ക് കുഴിഞ്ഞു പോകും. മൂന്നാമത് പല്ലടക്കിടക്ക് ഇങ്ങനെ മുട്ടി നോക്കുക. പല്ല് MDM ഉപയോഗിക്കുന്ന കുട്ടിയുടെ പല്ല് 3-ാമത്തെ മാസം മുതൽ പൊടിയാൻ തുടങ്ങും. 6-ാമത്തെ മാസം മുതൽ ഇളകാൻ തുടങ്ങും. രാത്രി കുറേ സമയം ഉറക്കം വെച്ചിരിക്കുക, രാവിലെ പോത്തിനെ പോലെ കിടന്നുറങ്ങുക. കുളിക്കാൻ മടി, പല്ല് തേക്കാൻ മടി, പഠിക്കാൻ മടി. A+ നിലവാരത്തിൽ പഠിക്കുന്ന കുട്ടി D+ നിലവാരത്തിലേക്ക് ഇറങ്ങി വരിക. അച്ഛനെ അമ്മേനെ തെറി വിളിക്കുക, അനിയനെ ഉപദ്രവിക്കുക, കിട്ടിയ സാധനം എടുത്ത് നശിപ്പിക്കുക, വീട്ടിൽ പൈസക്ക് വീണ്ടും ചോദിക്കുക, വീട്ടിൽ മോഷണം നടക്കുക. മനസ്സിലായില്ലേ? എപ്പോഴും റൂമിൽ അടച്ചിട്ടിരിക്കുക. ഇതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെയൊക്കെ നിങ്ങളുടെ മക്കൾക്ക് ലക്ഷണമുണ്ട് എങ്കിൽ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം. ഏതോ ഒരു ലഹരിക്ക് കുട്ടി അടിമപ്പെട്ടു എന്ന് മനസ്സിലാവണം. അത് മൊബൈൽ ഫോണാവാം, പ്രണയമാവാം, ഭ്രാന്താവാം, MDMA ആവാം. മനസ്സിലായല്ലോ? എനിക്ക് എന്റെ മക്കളെ ബെഡ്റൂമിലേക്ക് ഇരുത്തുന്നു. അത് മാത്രമല്ല, ഈ ഫോണും കൂടി ഉണ്ടാകുമ്പോൾ ഈ കുട്ടി എപ്പോഴാണ് ഏത് ലോകത്തെ സഞ്ചരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഈ ഫോണിലാണ് ഏറ്റവും കൂടുതൽ ലഹരി വിൽക്കപ്പെടുന്നത്, ഈ ഫോണിലാണ് ഏറ്റവും കൂടുതൽ പ്രണയം നടക്കുന്നത്, ഈ ഫോണിലാണ് ഏറ്റവും കൂടുതൽ ആപത്ത് നടക്കുന്നത്. അന്തമുട്ട ബോധത്തിൽ ഈ നിയന്ത്രണമില്ലാത്ത ഫോണ് കുട്ടിയുടെ കയ്യിൽ കൊടുത്ത് ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ നാശം വിളിച്ചു വരുത്തലാണെന്നുള്ള ഓർമ്മ നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്നു. ഓക്കെ, അപ്പൊ മൊബൈൽ ഫോൺ എന്തിനു വേണ്ടി കൊടുക്കുന്നു? വിളിക്കാൻ വേണ്ടി കൊടുക്കുക. ആരും കൊടുക്കേണ്ടത്? പഠിക്കാൻ വേണ്ടി എന്ത് കൊടുക്കണം? നല്ലൊരു കമ്പ്യൂട്ടർ വായിച്ചു കൊടുക്കണം. അപ്പൊ ഞങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് പേടിയുണ്ട്. ഈ പേടി ഇങ്ങൾക്കും കൂടി ഉണ്ടാവട്ടെ. നിങ്ങൾ മക്കൾ നിരന്തരം നിരീക്ഷിക്കണം. പെൺകുട്ടികൾ ഉപയോഗിക്കുമ്പോൾ എത്ര പ്രാവശ്യം ബലാത്സംഗം ചെയ്താലും മനസ്സിലാവില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. ആൺകുട്ടികൾ എത്ര നേരം ഉള്ളിയാലും മനസ്സിലാവില്ല. DJ പാർട്ടിയിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു കുട്ടി തുള്ളുന്നുണ്ടെങ്കിൽ അത് ഏതോ ഒരു ലഹരിക്ക് അടിമപ്പെട്ട കുട്ടിയാണെന്ന് മനസ്സിലാക്കുക. ഇതെന്തിനാ കുട്ടിക്ക് കൊടുക്കുന്നതിന് സംശയമുണ്ടെങ്കിൽ ഒറ്റ ഉദാഹരണത്തിലൂടെ തെളിയിച്ച് ഞാൻ പോകാം. എനിക്ക് നിങ്ങളോട് ആരോടെങ്കിലും ഒരു പ്രണയം തോന്നി വിചാരിച്ചോ, വാട്സപ്പിൽ I love you ഒന്നും പറയണ്ട. ഞാൻ MDMA ഒരു മുട്ടായിലേക്കാണ് ലേശം പരത്തിയിട്ട് ഞാൻ ഈ മുന്നിലിരിക്കുന്ന ഏതെങ്കിലും ചേച്ചിക്കോ അമ്മക്കാരും തന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ തിന്നുമല്ലോ. തിന്നാല് 48 മണിക്കൂർ നിങ്ങൾ സന്തോഷത്തിന്റെ ലോകത്ത് പറക്കും. പക്ഷെ ഇത് രണ്ടാമത്തെ സ്പെഷ്യാലിറ്റി, 48ാമത്തെ മണിക്കൂറിൽ ഈ സാധനങ്ങളുടെ ശരീരത്തിൽ ആദ്യം വന്ന അതേ അളവിൽ കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ വയലന്റ് ആവും. വെപ്രാളപ്പെടും. നിങ്ങൾ വയലന്റ് ആയാലും ഈ സാധനം എഴുതി കിട്ടും. എന്റെ വീടിനൊക്കെ അറിയോ? എന്റെ വീട്ടിന്റെ മുറ്റത്ത് നിങ്ങൾ. അതാണ് MDMA ശക്തി. നമ്മളെ മക്കൾക്ക് എന്തിനാ വെറുതെ കൊടുക്കുന്നതെന്ന് മനസ്സിലായോ? 48ാമത്തെ മണിക്കൂറിൽ കുട്ടി ഇതിന് അടിമപ്പെട്ടാൽ അവന്റെ പുറകെ പോകും. പിന്നീട് അവന് അമ്മയില്ല, അച്ഛനില്ല, കുടുംബമില്ല, സ്കൂളില്ല. എന്തേലും MDMA മാത്രമേ ഉള്ളൂ. അതിനാസ് എന്ന് പറയുന്ന കച്ചവടക്കാരുടെ അടുത്ത് കുറ്റാടി അങ്ങനെയാണ് നമ്മൾ കണ്ടെത്തിയത്. മക്കള് രാത്രി അച്ഛനും അമ്മയും ഒഴിവാക്കിയിട്ട് രാത്രി ഇവന്റെ പുറകെ നടക്കുക. ഓരോരുത്തരെ പിടിച്ച് കൂട്ടിക്കൊണ്ടു കൊടുക്കുക. ഒരാൾക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് 9 ആളുകൾ കൂട്ടിക്കൊണ്ടിരുന്നു. അതാണ് ഈ ഏറ്റവും വലിയ ആപത്ത്. അതുകൊണ്ട് ഇന്നു മുതൽ നിതാന്ത ജാഗ്രതയോടുകൂടി നിങ്ങൾ ഇതൊന്നും നോക്കിയിട്ടില്ല എങ്കിൽ നമ്മുടെ നാട് നശിച്ചു പോകും. എന്തായാലും ഈ വീട്ടിൽ ഈ നാട്ടിലൊന്നും ഇതൊന്നും വരാതിരിക്കട്ടെ. ഇതിനൊക്കെ മുൻകൈയെടുത്ത ഇതിന്റെ സ്കൂളിലെ അധികൃതർക്ക്, എന്റെ പരിപാടിയിലേക്ക് ക്ഷണിച്ച എന്റെ ടീച്ചറാണ് ഞാൻ പരിപാടിയിലേക്ക് വിളിച്ചത്. എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ ടീച്ചറോടാണ് തീർക്കേണ്ടത്. ഞാൻ ഒരു പാവപ്പെട്ട പോലീസ് സ്റ്റാഫാണ്. എന്നാലും എന്നെ ക്ഷണിക്കാൻ സന്മനസ് കാണിച്ച സംഘാടകർക്ക് അതിലെ ഒരു കാര്യം ഞാൻ അവർക്ക് പറയുന്നു. ഇത്രയും സമയം ഇതൊക്കെ എന്നെ വിളിച്ചിട്ടാണെങ്കിലും ഇങ്ങനെ അസ്വസ്ഥതയൊന്നും ഇല്ലാതെ എന്നെ നോക്കിയിരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു ഭ്രാന്തുമില്ല. ഇതേപോലെ നിങ്ങളുടെ ഭർത്താവിനെയും മക്കളെയും ഒന്നിച്ചിരുത്താൻ, ഒന്നിച്ച് സംസാരിക്കാൻ, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അങ്ങനെ കഴിയുന്ന ഒരു കുടുംബത്തിൽ മാത്രമേ ഒരു നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ എന്ത് ചെയ്യണം? 18 വയസ്സ് വരെ വേഗം പരിശോധിക്കണം, ശരീരം പരിശോധിക്കണം. ഓക്കെ, ഇനിയും നല്ല നല്ല ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. എന്തായാലും എന്നെ ഇത്ര നേരം ശ്രമിച്ചതിന് എന്റെ മുന്നിലിരിക്കുന്ന മുഴുവൻ രക്ഷാകർത്താക്കളോടും വിദ്യാർത്ഥികളോടും അധ്യാപക സുഹൃത്തുക്കളോടുള്ള നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തിക്കൊണ്ട് നമസ്കാരം. വേൾഡ് വിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം. ലോകോത്തര കമ്പനികളുടെ AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, LED ടിവികൾ, ഹോം തിയേറ്റേഴ്സ്, മിക്സർ ഗ്രൈൻഡേഴ്സ്, OTG ഓവനുകൾ, ഗ്യാസ് സ്റ്റവ്, ഫാൻ, അയൺ ബോക്സസ്
തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ. വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ, മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം.